മാർക്കോസ് സുവിശേഷം 5:1 അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഏത് ആത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കാൻ കൃപ തരണം. അടിയങ്ങളെ താഴ്ത്തുന്നു കർത്താവേ. നിൻ്റെ വചനത്തിൻ്റെ മേൽ അവിടുത്തെ രക്തത്താൽ കഴി ശുദ്ധീകരിച്ച് കൃപയിലും ജ്ഞാനത്തിലും പരിജ്ഞാനം നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. അത്ഭുതം പ്രവർത്തിക്കണം. വന്നിരിക്കുന്ന ദൈവമക്കൾ, ഈ ശബ്ദം കേൾക്കുന്ന മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനൽ എന്ന സകലവർക്കും ഇത് വളരെ അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഏത് നിലവാരത്തിലാണോ അടികൾ ഉപയോഗിക്കുന്നത് അതേ നിലവാരത്തിൽ ഉപയോഗിക്കണം. അടിനെ താഴ്ത്തുന്ന കർത്താവേ, ഇതിനകത്ത് ഈ വചനം പറയുമ്പോൾ ഇതിനകത്ത് അശുദ്ധാത്മാവ് പിടിച്ച് ഏതെങ്കിലും ഘട്ടത്തിലിരിക്കുന്നവരുടെ മേൽ വിടുതലുണ്ടാവണം. അശുദ്ധാത്മാവ് ഇരിക്കുന്ന മേൽ ദൈവം പ്രവർത്തിക്കണം. ഇന്ന് വിട്ടു പോകണം. ഇതിനകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്നവർക്കും അശുദ്ധാത്മാവ് വിട്ടുപോകുവാൻ സ്വർഗം സഹായിക്കണം. ദൈവത്തിൻ്റെ പണി നടക്കട്ടെ. ദൈവത്തിൻ്റെ പണിപ്പുരയിൽ പണി നടക്കട്ടെ. ദൈവത്തിൻ്റെ പണിപ്പുരയിൽ പണി നടക്കുന്നതിനായി സ്തോത്രം ചെയ്യാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീ ഇവിടെ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആദ്യം മുതൽ അവസാനം അധ്യക്ഷനായിരിക്കണം. ശബ്ദം വിളിച്ച് എല്ലാം അങ്ങ് നിയന്ത്രിക്കണം. അടിയനെ താഴ്ത്തുന്നു യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു കടലിൻ്റെ അക്കരെ ഗദനദേശത്ത് എത്തി. പടകിൽ നിന്നും ഇറങ്ങി ഉടനെ, എന്നുവെച്ചാൽ കർത്താവ് അടുത്തൊരു യാത്ര ചെയ്യുകയാണ്. ഇവിടെ നിന്ന് കേട്ടുകഴിഞ്ഞാൽ ഗദനദേശത്ത് യേശു പലപ്പോഴും തൻ്റെ ശുശ്രൂഷകൾ ഒരിടത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ദൈവത്തിന് വരുവാൻ ഒരു സമയമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ വരത്തില്ല. എന്നാൽ ചില സമയങ്ങൾ പ്രത്യേക സമയത്ത് മാത്രമേ ചില സ്ഥലങ്ങൾ, ചിലപ്പോൾ എല്ലായിടത്തും ഒരുപോലെ വരാതിരിക്കാം, ചില സ്ഥലങ്ങളിലൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ. അപ്പോൾ ദൈവത്തിനൊരു സമയമുണ്ട്. ഗദനദേശത്ത് എത്തി. അന്നത്തെ യാത്ര പടകിലായിരുന്നു, വള്ളത്തിലായിരുന്നു. ഇറങ്ങി ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്നും അവനെ എതിരേറ്റു. ആദ്യം ചെന്നപ്പോൾ അശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ഭൂതം പിടിച്ച ഒരു വ്യക്തി, അവിടെ പുള്ളിയുടെ താമസം എന്ന് പറഞ്ഞാൽ കല്ലറയിലാണ്. അവർ വീട്ടിലൊന്നും പാർക്കത്തില്ല. ആ താവോട്ട് വായിക്കുമ്പോൾ വന്ന് എതിരേറ്റു. നമ്മൾ താവോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും. കല്ലറയിലായിരുന്നു അവൻ്റെ താമസം. അവൻ ചെന്നു അതിനെ എതിരേറ്റു. യേശുവിനെ എതിരേറ്റു. അവനെ ആർക്കും ചങ്ങല കൊണ്ട് ബന്ധിച്ചുകൂടാഞ്ഞവണ്ണം പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ ചങ്ങല വലിച്ചും പൊട്ടിച്ച് വിലങ്ങ് ഉരുമിയും ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. നോക്കിക്കൊള്ളാം, അത്ര ശക്തിയാണ് ഈ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിക്ക്. ചങ്ങല കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ചങ്ങല പൊട്ടിക്കും. അപ്പോൾ ഇരുമ്പ് ചങ്ങല, സാധാരണ ചങ്ങലയല്ല, ഇരുമ്പ് ചങ്ങലയാണ്. അവർ ഏത് രീതിയിൽ ബന്ധിച്ചാലും, എങ്ങനെയൊക്കെ ബന്ധിച്ചാലും അവൻ പൊട്ടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആർക്കും അടക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വ്യക്തി അത്രത്തോളം വളരെ ഭാരപ്പെടുകയാണ്. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ ചങ്ങലയൊക്കെ വലിച്ച് പൊട്ടിച്ചു. ഒരു സാധാരണ നിങ്ങൾക്കൊരു കയറിനെ പൊട്ടിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇരുമ്പ് ചങ്ങല പൊട്ടിക്കണമെങ്കിൽ അതിനകത്തിരിക്കുന്ന ശക്തി എന്താണ്? സാധാരണ ശക്തിയല്ല. അപ്പോൾ അത്രത്തോളം ദേഷ്യവും അതിനോടുള്ള ആ ഒരു കഠിനമായ രീതിയിലുള്ള ആ പ്രവൃത്തി. ഇരുമ്പിനെയൊക്കെ പൊട്ടിക്കാം, വിലങ്ങിനെയൊക്കെ ചങ്ങലയൊക്കെ ബന്ധിച്ചത് അവൻ ചങ്ങലയൊക്കെ വലിച്ചും പൊട്ടിച്ചും, വിലങ്ങ് കയ്യിൽ വിലങ്ങിട്ടിട്ടുണ്ട് അറസ്റ്റ് വരല്, അതിനിങ്ങനെ ഒരുമി തേച്ച് 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 അതിന് വേറെ ജോലിയില്ല. ഇതിനെ തേച്ച് തേച്ച് വിലങ്ങൊക്കെ ഉരുമിയും ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവനെ ആർക്കും ഒതുക്കുവാൻ, അടക്കുക എന്ന് പറഞ്ഞാൽ അവനെ ബന്ധിക്കുവാൻ, മനുഷ്യർ ആര് ബന്ധിച്ചാലും പിടിച്ചാൽ നിൽക്കാത്ത ഒരു സാധനമായിരുന്നു. ആ ഒരു വ്യക്തിയായിരുന്നു അശുദ്ധാത്മാവ് ബാധിച്ച. ഇത് ആർക്കും ചെന്ന് പോലീസ് വിചാരിച്ചു.
ആദ്യം നാട്ടുകാർ വിചാരിച്ചു, നടന്നില്ല. പോലീസ് വിചാരിച്ചു, നടന്നില്ല. ആരൊക്കെ വിചാരിച്ചോ ഈ ലോകത്തിലെല്ലാവരും വിചാരിച്ചിട്ടും നടക്കാതെ മാറിയുന്ന സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. അവൻ്റെ താമസം എവിടെയാ? അവൻ കല്ലറയിലായിരുന്നു. ഇപ്പോൾ അശുദ്ധാത്മാവ് താമസിച്ച വ്യക്തി നേരെ വീട്ടിൽ താമസിക്കത്തില്ല, അവന് കല്ലറയിലാണ്. കല്ലറ എന്ന് വെച്ചാൽ മരിച്ചവരടുത്ത് കല്ലറയുണ്ട്. ആ കല്ലറയുടെ അടുത്ത് തന്നെയാണ് അവൻ്റെ ഉറക്കവും എല്ലാം, അവൻ്റെ പ്രവൃത്തിയെല്ലാം അവിടെ തന്നെയായിരുന്നു. ചങ്ങല ബന്ധിച്ചു എന്നാൽ അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങുരുമിയും കളഞ്ഞു. ആർക്കും അവൻ അടച്ചുകൂടാ കഴിഞ്ഞില്ല. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചു. ഇവൻ കൂടെ രാവും പകലും, 5-ാമത്തെ വാക്യത്തിൽ പകലും രാത്രിയിലും കല്ലറയിൽ പോകും, പിന്നെ മലകളിൽ പോകും. എന്നിട്ട് അവൻ അട്ടഹസിക്കും, നിലവിളിക്കും. അപ്പോൾ അറിയാം, ഒരു നിലവിളിക്കുമ്പോൾ അറിയാം ഒരു മനുഷ്യൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാവ് വെച്ചാൽ അലറി വിളിക്കും. അലറി എന്ന് വെച്ചാൽ അവരുടെ സൗണ്ട് പ്രത്യേകിച്ച് സൗണ്ടാണ്, മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രത്യേക സൗണ്ടാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം, ഓ ഇന്ന ആളാണ്, ഇന്ന ബന്ധനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ നിലവിളിയാണ് കേൾക്കുന്നത്. പക്ഷേ പുള്ളി മലകളിലും എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇവിടെ കല്ലറയിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓടും, മലയിൽ കയറി ഓടും. അവിടെ ചെന്നിട്ടൊക്കെ അട്ടഹസ് വിളിക്കും, നിലവിളിക്കും. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ വ്യക്തിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് അത്രത്തോളം അട്ടഹസിച്ചു എന്ന് പറയാം, അത്രത്തോളം പുള്ളിയെ തകർത്തുകൊണ്ടിരുന്ന അനുഭവത്തിലേക്ക് മലകളൊക്കെ വിളിക്കുമായിരുന്നു. എന്നാൽ അവർ രാവും പകലും കല്ലറയിൽ മലകളിലും ഇടപെടാതെ നിലവിളിച്ചു തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു. അവൻ്റെ വേറെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെത്താന് കല്ലുകൊണ്ട് എന്നുവെച്ചാൽ ഇടപെടാതെ നിലവിളിച്ചു. അടുത്ത് പറയുന്നുണ്ട് തന്നെത്താനെ കല്ലുകൊണ്ട് ചതച്ചു പോന്നു. തന്നെത്താനെ കല്ലുകൊണ്ട് ചതച്ച്, സ്വന്തം ശരീരത്തെ കല്ലുകൊണ്ട് വെച്ച് ഇടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്ലെടുത്ത് വെച്ച് ഇടിക്കുക. ഇപ്പോൾ നമ്മൾ കല്ല് വെച്ചുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിൽ ഇടിക്കുക. ചില വീടുകൾ കണ്ടല്ലോ, പിച്ചാത്തി എടുത്തിട്ട് കൈ മുറിക്കുക, ചില ബ്ലേഡ് എടുത്ത് വെട്ടുക. അങ്ങനെ താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചൊരു വ്യക്തിയാണ്. സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന വ്യക്തി ഈ ചാനലിലൂടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാവുന്നുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ആരെങ്കിലും, ഞാൻ ഒരിക്കലും എൻ്റെ പിച്ചാത്തി എടുത്ത് ഞാൻ ബ്ലഡ് ഇട്ടാന്ന് മുറിച്ച് നോക്കൂല. എൻ്റെ കയ്യിൽ ബ്ലഡ് ഉണ്ടോ, യാത്ര കഴിഞ്ഞിട്ട് വന്നേലേ ഇത്തിരി ബ്ലഡ് ഇത്തിരി കൂടുതലാണോ, ഇനി കളർ മാറിയോ, ഞാൻ പിച്ചാത്തി എടുത്ത് അറുത്ത് നോക്കാറില്ല. അല്ലേ? ഒരു മുള്ളുകൊണ്ടാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കല്ലെടുത്ത് വെച്ച് സ്വന്തമായിട്ട് ശരീരത്തിൽ ഇടിച്ച് ചതച്ച് എന്താണ് ബ്ലഡ് ചമ്മന്തി പോലെ ആക്കി ബ്ലഡ് വരണം. അത് പുള്ളിയുടെ ഒരു ഹോബിയാണ്, പുള്ളിക്കൊരു ഹോബിയാണ്, സന്തോഷമാണ്. ചിലരൊക്കെ സ്വന്തം കൈയൊക്കെ മുറിക്കുമ്പോൾ ചില ബ്ലൈഡൊക്കെ എടുത്ത് വെച്ച് അറുക്കുക, പിച്ചാത്തി എടുത്ത് അറുക്കുക, ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ടുവച്ച് ഇങ്ങനെ ഇടിക്കുക, ഇങ്ങനെ കൈ കൊണ്ട് ഇടിക്കുക. സൂക്ഷിക്കണം, ഡേഞ്ചറാണ്. ഈ വ്യക്തി ഭയങ്കര ഡേഞ്ചറാണ്. അല്ലെ? ബൈബിൾ നോക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. നോക്കണം, സ്വന്തം ശരീരത്തെ ചതയ്ക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. സ്വയബോധമുള്ള വ്യക്തിയാണോ? നിങ്ങൾ ആരെങ്കിലും ചതച്ചെന്ന് ചോദിക്കാൻ പറയും, ഞങ്ങളൊക്കെ ചതച്ചിട്ടാണോ ഇങ്ങനെ കയറിയെന്ന്. അല്ല, അല്ലേ? അല്ല, ഒരിക്കലും അല്ല. പക്ഷേ ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു പ്രത്യേകത താഴോട്ട് വരാം. സ്വന്തമായിട്ട് സ്വന്തം ശരീരത്തെ ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് നമസ്കരിച്ചു. ഗദനദേശത്ത് യേശുവിനെ കണ്ടപ്പോൾ ഈ വ്യക്തി ഓടിച്ചെന്ന്, എന്ന് വെച്ചാൽ ദൈവത്തിനൊരു പദ്ധതി കൊണ്ട് ഈ വ്യക്തി ഓടിച്ചെന്ന് നമസ്കരിച്ചിട്ട് അവൻ ഉറക്കെ നിലവിളിച്ചു. 7-ാമത്തെ വാക്യത്തിൽ, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണേ, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു. ശരിക്കും ഈ ദൈവത്തെ വന്ന് നമസ്കരിച്ചു, യേശുവിനെ കണ്ട് നമസ്കരിച്ചു. സ്വയബോധമുള്ള വ്യക്തിയല്ല, ഭൂതമായിരുന്നു. ദൈവസന്നിധിയിൽ അവൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി നമസ്കരിച്ചു. പിശാച് യേശുവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കി. ഹല്ലേലൂയ. യഥാർത്ഥ വ്യക്തിയാണോ? അല്ല. അശുദ്ധാത്മാ ബാധിച്ച വ്യക്തി യേശുവിനെ കണ്ടപ്പോൾ
ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര ശക്തിയായാലും, എത്ര ബലവാനായാലും, എത്ര ശക്തിയായാലും യേശുവിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കും. യേശു വന്നപ്പോ യേശുവിന്റെ മുമ്പിൽ ഒന്ന് മുഴങ്കാൽ മടക്കി. യേശുവിനാണോ ശക്തി? പിശാച് എന്നുവെച്ചാൽ ഭൂതം പിടിച്ച ആള് എന്ന് പറയാ സ്വയബോധമുള്ള വ്യക്തിയല്ല. സ്വയബോധമുള്ള വ്യക്തിയാണെങ്കിൽ കല്ലറയിൽ താമസിക്കത്തില്ല, മരങ്ങളിൽ താമസിക്കത്തില്ല, നിലവിളിക്കത്തില്ല, പുള്ളി ശരീരത്തിൽ മുറിവേൽപ്പിക്കത്തില്ല, സ്വയം ഇടിച്ച് ചതച്ച് പറയില്ല, വിലങ്ങൾ ആർക്കും ബന്ധിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്ന വ്യക്തി ആയിരുന്നു. അത്രത്തോളം തകർന്ന് ആർക്കും അടക്കാൻ പറ്റാത്ത വ്യക്തിയെ, ഹല്ലേലൂയ, ആർക്കും അടക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി അടക്കുന്നൊരു ദൈവം ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റില്ല എങ്കിൽ സ്വർഗത്തിൽ ഒരു ദൈവം നിനക്ക് വേണ്ടി വരുന്നുണ്ട്. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പിടിച്ചു കെട്ടുവാൻ നീ ദൈവത്തോട് പറ, ദൈവമേ, യേശുവേ, ഒന്ന് വരണമേ എന്ന്. എൻ്റെ യേശുവിന് കഴിയും. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ ഓടിച്ച് നമസ്കരിച്ചത് ഹല്ലേലൂയ ആമേ ദൈവമായതുകൊണ്ടും, പക്ഷേ പിശാച് ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കും. ഹല്ലേലൂയ. പിശാചിൻ്റെ മുഴങ്കാൽ എവിടെ മടങ്ങും? കർത്താവിന് മുമ്പിൽ മടങ്ങും. മറ്റുള്ളവരൊക്കെ ചെന്ന് പിശാചിന് മുമ്പിൽ ചെന്ന് മുഴങ്കാൽ മടക്കുകയാണ്. മനസ്സിലായ? പിശാചിൻ്റെ മുമ്പിൽ ചെന്ന് മുഴങ്കാൽ മടക്കുകയാണ്. പക്ഷേ ഇവിടെ പിശാച് ബാധിച്ച വ്യക്തി യേശുവിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അത് അടുത്ത പറയാ, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? യഥാർത്ഥ വ്യക്തിയാണോ സംസാരിക്കുന്നത്? അല്ല, അശുദ്ധാത്മാ ബാധിച്ച. ഇത് എത്ര താഴോട്ട് വരുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിനക്കും എനിക്കും തമ്മിൽ എന്ത്? നീ എന്തിനു വന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ചോദിച്ചത്. എന്ന് പറഞ്ഞു, ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ദൈവത്താണ് എന്നെ പറയുകയാണ്. പിശാച് ദൈവത്തിന്റെ മുമ്പിൽ അപേക്ഷിക്കുന്നു. പിശാച് ദൈവത്തിന്റെ മുമ്പിൽ അപേക്ഷിക്കണം, എന്നെ ദണ്ഡിപ്പിക്കരുതേ. എന്നെ ദൈവമേ, ദൈവത്താണ്. ഇതാ പറയുന്നു, പിശാച് പറയുന്നു. പിശാചിനറിയാം ദൈവം ആരാണെന്ന്. ആ പിശാച് ഇവിടെ വ്യക്തി എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 8-ാമത്തെ വാക്യത്തിൽ അശുദ്ധാത്മാവേ ഈ മനുഷ്യൻ. അപ്പോൾ പറഞ്ഞത് ആരാ? അശുദ്ധാത്മാവ്. മനുഷ്യനെ ശ്രദ്ധിച്ച പോയിന്റ് നിന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അശുദ്ധാത്മാവ്, 8-ാമത്തെ വാക്യം വ്യക്തമായി. ആരാണ്? അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ടുപോവുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. യേശു ഈ പറഞ്ഞ സമയത്ത് അശുദ്ധാത്മാവേ വിട്ടുപോകുക എന്നൊരു വാക്ക്, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ചില വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. കർത്താവിന്റെ മുമ്പിൽ ആമേ ഹല്ലേലൂയ, ആമേ ഹല്ല, നിന്നെ ദണ്ഡിപ്പിക്കുവാൻ, നിന്നെ പിടിച്ചു കെട്ടുവാൻ, ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്തതിനെ ഇന്ന് പകൽക്കാലം പിടിച്ചു കെട്ടുന്നുണ്ട്. വിളിച്ചു പറയുന്നുണ്ട്, ആത്മാവിനെ വിളിച്ചു പറയുന്നുണ്ട്, ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്തതിനെ എൻ്റെ കർത്താവിനെ പിടിച്ചു കെട്ടുന്നുണ്ട്. ഓ, കരമടിച്ചു ദൈവത്തിന്റെ ശക്തിയോട്. അസ്തല ബൗഡവ രാജപദീന രഗരേ വൈഡവ രാജപദീന രഗന ശംദന ബൗഡവ രാജപദീന രഗന വൈഡ പ്രൗഡവ രാജ. കരമടിച്ചു ശക്തിയോട്. ആർക്കും പിടിച്ചെട്ടാൻ കഴിയത്തില്ല. ഇന്ന് ആർക്കും പിടിച്ചുകെട്ടാ, നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ ആർക്കും പിടിച്ചെട്ടാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കർത്താവിന് കഴിയും. ഇത് പറയുമ്പോ തന്നെ വലിയ വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് എന്റെ ദൈവം പിടിച്ചുകെട്ടും. ഒരു ദേശത്തിന്റെ സമാധാനക്കേടാ ഈ അശുദ്ധാത്മാ ബാധിച്ച മനുഷ്യൻ. ഒരു വീട്ടിന്റെ സമാധാനക്കേടല്ല ദൈവമക്കളെ, ഒരു ദേശത്തിന്റെ സമാധാനക്കേടാണ്. ഒരു അശുദ്ധാത്മാ ബാധിച്ച വ്യക്തി ഒരു കുടുംബത്തിന് മാത്രമല്ല സമാധാനക്കേട്, ഒരു ദേശത്തിന്റെ സമാധാനക്കേടാണ്. ഈ പുള്ളി വസ്ത്രം ധരിക്കത്തില്ല. വസ്ത്രമില്ലാതെയാണ് നടക്കുന്നത്. എന്നിട്ട് കല്ലെടുത്ത് ചതയ്ക്കുക, എന്നുവെച്ചാൽ നിലവിളിക്കുക. ചില ഫിലിമിൽ കണ്ട് അങ്ങനെ ഇടിക്കുക, വിളിക്കുക, നിലവിളിക്കുക.
ഓടുക, കല്ലറ വരും, ഓടി മല കയറുക, അവിടെ 4-5 വിളി. ഇതൊക്കെ 1-2 ദിവസമല്ല, ഇത് കുറേ ദിവസം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ ഉറക്കം നഷ്ടപ്പെട്ടു. ആ ഗദനദേശത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു അല്ലേ? നമുക്കൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കൊന്നും ഉറങ്ങാൻ പറ്റൂല. നമ്മൾ പെട്ടെന്നൊക്കെ അടുത്തൊരു അസ്വസ്ഥത ഉണ്ടായാൽ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇത് 1-2 ദിവസമല്ല, മാസങ്ങളോളമായി ഗദനദേശത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ട്, ഗദനദേശത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് 1-2 ദിവസമല്ല, മാസത്തോളമായി ജനത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ ഈ ഭൂതം പിടിച്ച വ്യക്തി അടങ്ങിയിരിക്കുമോ? അടങ്ങിയിരിക്കൂല. അവൻ നിലവിളിയ. അല്ലെങ്കിൽ ഈ ഭൂതം പിടിച്ചവരൊക്കെ എപ്പോഴാണ് വിളിക്കണമെന്ന് പറയാൻ പറ്റൂല. തന്നെത്താനെ ഇരുന്നിട്ട് അടങ്ങിയിരിക്കൂല. അവന് ഓട്ടമാണ്. ഇന്ന് ഇവിടെ, അടുത്ത ആഴ്ച വേറെ സ്ഥലത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് മുറികാലത്ത്, അടുത്ത ആഴ്ച വേറെ സ്ഥലത്ത്. അപ്പുറത്ത് നോക്കുമ്പോൾ ചാനലിൽ അവിടെയും കാണും. നമ്മൾ ചാനൽ കാണുമ്പോൾ അയ്യോ ഇത് ഇവിടെ ഒന്നും വരുന്നില്ല ചാനലിൽ കാണുന്നത്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ അശുദ്ധാത്മാ പിടിച്ചപ്പോൾ ഒരിക്കലും അടങ്ങിയിരിക്കുമോ? ഇരിക്കോ കുമാറേ? ഇരിക്കൂല. അവന് ഒരിടത്തിരിക്കാൻ പറ്റൂല. ഹല്ലേലൂയ. അപ്പൊ ഇത് ഈ സാധനത്തിന് നമുക്ക് ഇല്ലാത്തവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ. ഇല്ലാത്തവനായി സ്തോത്രം പറ ഹല്ലേലൂയ. എന്നെ അടക്കി ഇരുത്തുന്നതിനായി സ്തോത്രം പറ ഹല്ലേലൂയ. ആമേ ഹല്ലേ. അപ്പോൾ ഈ അശുദ്ധാത്മാവ് ഇരിക്കുന്തോളം നിങ്ങൾക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഞാൻ അശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയണത്. അടങ്ങിയിരിക്കാൻ പറ്റൂല. അവരിങ്ങനെ ഓടി നടന്നുകൊണ്ടേയിരിക്കും. 12 മാസം ഉണ്ടെങ്കിൽ 12 സ്ഥലങ്ങളിലായിരിക്കും. ഈ മലകളിങ്ങനെ കയറിയും ഇറങ്ങിയും കല്ലറയും കണ്ടിങ്ങനെ നടക്കുകയാണ്. പക്ഷെ അതിനുപരിയായിട്ട് ഗദനദേശത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. അവൻ നിലവിളിക്കുകയാണ്. ആർക്കും അടക്കാൻ പറ്റുന്നില്ല. ഒരു പഞ്ചായത്തിനോ ഒരു പോലീസിനോ ഒരു അധികാരികൾക്കോ ഒരു ഗവൺമെന്റിനോ ആർക്കും അടക്കാൻ പറ്റാത്തത് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് അടക്കാൻ പറ്റും. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്തത് എൻ്റെ യേശുവിന് പിടിച്ചു കെട്ടാൻ പറ്റും. ചിലതിനേക്ക് വചനം വിളിച്ചു പറയുന്നുണ്ട്, ചിലത് പിടിച്ചു കെട്ടുവാൻ എൻ്റെ ദൈവം പുറപ്പെടുന്നുണ്ട്. ദൈവം പുറപ്പെടുന്നുണ്ട് കുഞ്ഞെ. ദൈവം പുറപ്പെടുന്നുണ്ട്. എന്റെ കർത്താവ് ഇതാ പുറപ്പെട്ടു വരുന്നുണ്ട്. കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വമോട് എന്റെ ദൈവം ഇതാ വരുന്നുണ്ട്. അടമന ബലബല ശംദന ബൗഡവ രാജപദീന രഗന അസ്തൽ പ്രൗഢവ രാജപദീന ശക്തിയോടെ പോരാ. ആ പോരാ. യേശുവിന്റെ വരവ് വന്നു കഴിഞ്ഞാൽ ഒരു വിടുതൽ സംഭവിക്കും. ദേശത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരു ദേശത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയ ആർക്കും തളയ്ക്കാൻ പറ്റാത്തതും ഹല്ലേലൂയ സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമായ ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഉടുതുണി പോലും ഇല്ലാത്ത, വസ്ത്രമില്ലാത്ത സ്ത്രീകൾക്ക് പോലും നടന്നു പോകാൻ പറ്റുന്നില്ല. മാന്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും പോകാൻ പറ്റുന്നില്ല. അമ്മ പറയും, അല്ല അപ്പം പറയും, മക്കളെ അയ്യോ ഇന്നൊരാളുണ്ട്. ആ വ്യക്തി യാതൊരു രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടാൻ പറ്റൂല. ദേശത്തിൻ്റെ മേൽ അത്രത്തോളം വലിയൊരു ധീനമായൊരു വേദന, ധീരമായൊരു ഒരു സമാധാനക്കേട്. ഈ ഇത്രയും പക്വതയുള്ള വലിയൊരു മനുഷ്യൻ, ഇവിടെ വയസ്സെഴുതിയിട്ടില്ല, എന്നാലും പക്വതയുള്ളൊരു മനുഷ്യനാണ്, പുരുഷനാണ്, സ്ത്രീയല്ല. ഇതിനകത്ത് ഭൂതം പിടിച്ചത് ആരാണ്? സ്ത്രീയല്ല, പുരുഷനാണ്. പുരുഷൻ നിൽക്കുന്നത് ഒരു തുണി പോലുമില്ല, ഉടുതുണി പോലും ഇല്ലാത്ത നിലയില നിൽക്കുന്നത്. ആ അവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു ദയനീയമായൊരു അവസ്ഥ അല്ലയോ? അത് വല്ലാത്തൊരു അവസ്ഥയല്ലയോ? ആ ദേശത്തിൻ്റെ സമാധാനക്കെടിയിലെയോ ഹല്ലേലൂയ വല്ലാത്തൊരു കാഴ്ചയിലെയോ? ആ ദേശത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു പോയി, ആ ദേശത്തിന് സമാധാനം നഷ്ടപ്പെട്ടു പോയി. എവിടെയാണോ സമാധാനം നഷ്ടപ്പെട്ടു പോയി, ആമേ പിശാച് ഒരു ദേശത്തിന്റെ സമാധാനത്തെ എടുത്തു കളഞ്ഞു. ഗദനദേശത്തിന്റെ സമാധാനം പിശാച് എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ ഒരു മനുഷ്യനിലൂടെ ആമേ പിശാച് അത്രത്തോളം ആ വ്യക്തിയെ ദണ്ഡിപ്പിച്ച് അത്രത്തോളം ആക്രമണങ്ങൾ ചെയ്ത് പുള്ളി ചെയ്യുന്ന സ്വയമായിട്ട് ആ കത്തിയെടുത്ത് കുത്തുന്നത്
ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ആർക്കും അടക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് വന്നിരിക്കും. അങ്ങനെ പ്രതികൂലത്തിന്റെ മധ്യ ഒരു ദേശമായിരിക്കുന്നുണ്ടെങ്കിൽ ആ ദേശത്തിന് മേൽ യേശു ഇന്നല്ലെങ്കിൽ നാളെ വന്നിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്തത്, ഈ ലോകത്തിൽ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്തത് ലോകത്തെ ജയിച്ച ദൈവത്തിന് പറ്റും. അതിന് ഒരു വ്യക്തി പോലും വിചാരം നടന്നിട്ടില്ല. ഈ ഒരു ലോകത്ത് എത്രയോ പ്രാഗൽഭ്യമായ മിടുക്കന്മാരുണ്ടായിരുന്നു. അല്ലെ, ഇരുമ്പ് ചങ്ങല വരെ പൊട്ടിക്കാൻ കഴിവുള്ള, അത്രയും ശക്തിയുള്ള, അത്രയും ബലമുള്ള, ഒന്നും രണ്ടുമല്ല ഭൂതമായിരിക്കുന്നത്, 2000 ഭൂതമാണ് ഒരു മനുഷ്യൻ്റെ മേൽ ഇരുന്നത്. ഈ 2000 ഭൂതം കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച എന്തായിരിക്കും? 100 കൂടെ ചേർന്ന് 200 കൂടെ ചേർന്ന് അതിനെ കാണും. ഒരെണ്ണം ഇരിക്കാൻ തന്നെ അടക്കാൻ പറ്റണില്ല. 2 കയറി അതിനെ പാടും. 100 ആയാലോ, 200 ആയാലോ, 200 2000 ആയാലോ, 1000 2000 ആയാലോ, ഇവിടെ ഒന്നിനെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റണില്ല. ഹല്ലേലൂയ. ഇപ്പൊ 2000 ഭൂതങ്ങൾ കയറി അതിൻ്റെ പ്രവൃത്തി അങ്ങ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് ഇതാ പുറപ്പെടുന്ന മനുഷ്യൻ. അത് പറഞ്ഞു 8-ാമത്തെ വാക്യത്തിൽ, ഈ വ്യക്തി ഒന്ന് അപേക്ഷിക്കണം, എന്നെ ദണ്ഡിപ്പിക്കരുതേ. ഈ വ്യക്തിയല്ല പറയുന്നത്, ഭൂതമാണ് പറയുന്നത് യേശുവിൻ്റെ അടുത്ത്. അശുദ്ധാത്മാവാണ് പറയുന്നത് യേശുവിൻ്റെ അടുത്ത്. മുഴുവൻ എന്നെ ഒന്ന് ദണ്ഡിപ്പിക്കരുതേ, എന്നെ ഉപദ്രവിക്കല്ലേ. ഭൂതം പറയുന്ന ഒരു സമയമുണ്ട്, എന്നെ ഉപദ്രവിക്കല്ലേ. ഹല്ലേലൂയ. അശുദ്ധാത്മാവാണ് പറയുന്നത്. ഈ മനുഷ്യന്റെ സ്വയബോധം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ചില സ്വയബോധം നഷ്ടപ്പെട്ടിട്ട് ഇപ്പം മനുഷ്യന് പ്രവർത്തിക്കുന്ന ആരാണ്? ഭൂതമാണ്. ഹല്ലേലൂയ. അശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ മനുഷ്യനെ വിട്ടുപോകണമെന്ന് യേശുവോട് കൽപ്പിച്ചു. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ വായിച്ചു, നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന്, നിന്റെ പേര് എന്തെന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേര് ലഗ്യോൻ. എന്റെ പേര് ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്നവർ ഉത്തരം പറഞ്ഞു. നിന്റെ പേരെന്താ? പേരറിഞ്ഞൂടാത്തോണ്ടൊന്നും അല്ല. അല്ല, എൻ്റെ കർത്താവ് നിങ്ങളിത് ചോദിക്കാൻ പോയിക്കും, ഇത്രയും സർവശക്തനായ ദൈവത്തിന് പേരറിഞ്ഞൂടെ? ഭൂതത്തിൻ്റെ സകലത്തിൻ്റെ അധികാരമുള്ളവനാണ് ഇവിടെ നിൽക്കുന്നത്. നിന്റെ വായിക്കുന്നത് പറയണോ ദൈവത്തിന്? നിന്റെ വായിക്കാത്തുന്നത് പുറത്ത് വരാനാ, ചിലത് ചാടിക്കാനാണ് എൻ്റെ ദൈവം ചോദിക്കുന്നത്. നിന്റെ പേരെന്തരുന്ന്? ഹല്ലേലൂയ. അത് അറിയാം. പേരൊക്കെ എനിക്കറിയാം, എനിക്ക് പേരൊക്കെ അറിയാം. കാര്യം എന്താണ്? നിന്റെ അമ്മയുടെ ഉദരത്തിൽ വരുന്നുമ്പോൾ എല്ലാവരും പേരറിയാം. ഇവിടെ സകലത്തിൻ്റെ പേരറിയാന്നുള്ളത് നിൽക്കുമ്പോൾ ചോദിക്കും. എന്നാലൊരു ചോദ്യം അങ്ങ് ചോദിച്ചു. കർത്താവ് ചിലപ്പോൾ ഒരു കുസൃതി ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കും, അല്ലേ? നിന്റെ പേരെന്താണ്? അതുപോലെ തന്നെ ഇവിടെ കാനായിൽ ചെന്നതിൻ്റെ കല്യാണം വീഞ്ഞില്ല, എൻ്റെ വിഷയമല്ല. എല്ലാം തീർത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് പറയണ സാധനമില്ലെന്ന്. ഹല്ലേലൂയ. എല്ലാം തീർത്ത് വെച്ചിട്ടാണ് നിൽക്കണം ഇവിടെ. ഇത് ദൈവ പ്രവർത്തിക്ക് വേണ്ടി മാറ്റിയിട്ട് നിൽക്കുന്നു. അമ്മ പറയുന്നു സാധനം ഇല്ല. ചിലത് പറയാൻ വേണ്ടി ചിലതിൻ്റെ മേൽ വാ തുറക്കുന്നുണ്ട്. ചിലത് പറയാൻ വേണ്ടി ചിലതിൻ്റെ മേൽ വാ തുറക്കുന്നുണ്ട്. നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചതിന് എൻ്റെ പേര് ലഗ്യോൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു ഞങ്ങൾ പലരാകുന്നു. ഈ ഭൂതം പറയാണ് ഞങ്ങൾ പലരാകുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. എന്നിട്ട് നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചുകളായിരിക്കാൻ, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചുകളായിരിക്കാൻ ഏറെ ഒന്ന് അപേക്ഷിച്ച് ഈ ഗദനദേശത്ത് ഞങ്ങളെ പറഞ്ഞ് അയക്കരുതേ. നീ പലത് വരണമെന്ന് എനിക്കറിയാം, പലരാണെന്നും അറിയാം. നിൻ്റെ ഇവിടെ പല സ്വഭാവം കാണുമ്പോൾ എനിക്കറിയാം പലതും ആണെന്ന്. പല സ്വഭാവങ്ങൾ കാണുമ്പോൾ ഇന്നൊരു സ്വഭാവം, നാളൊരു സ്വഭാവം, മറ്റൊന്നൊരു സ്വഭാവം. ഒരാളെ ഇത് വകയായിരുന്നു ഒരാളെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. ഇത് പലരും പിടിച്ചിരിക്കുമ്പോൾ പല സ്വഭാവങ്ങളല്ലേ.
ഇന്നത് കേൾക്കുമ്പോൾ ചാനലിലൂടെയും അല്ലാതെ കേൾക്കുന്നവർ പറയും, എന്നിൽ മേൽ ഒരു വിടുതൽ സംഭവിക്കണോ, ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന പിശാചിന്റെ മേൽ ഒരു വിടുതൽ എനിക്ക് വേണമപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളേ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടരുത്. ഈ നാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ നാട് ഗദനദേശത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇനി ഈ വ്യക്തി കൊന്ന് ഇനി ജീവൻ മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും ഇടിച്ച് ചതച്ച് ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിശാചിൻ്റെ പദ്ധതി. നിന്റെ ചോര കുടിക്കുന്നതാണ് സാത്താൻ്റെ പദ്ധതി. മറക്കരുത്. നിന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര ഇല്ലെങ്കിൽ മനസ്സിലാക്ക്, നീ അറിയാൻ നിന്റെ ചോര പിശാച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ചോര ഇന്നും വല്ലപ്പോഴേക്ക് കണ്ണാടി കിടന്ന് നോക്കണം, എങ്ങനെ ഇപ്പം മുഖത്ത് രക്തപ്പച്ചയൊക്കെ ഉണ്ടാന്ന് നോക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി പിച്ചാത്തി എടുത്ത് വെച്ച് പോന്തി നോക്കണ്ട. ചെന്നിട്ട് രക്തം ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലൈഡ് എടുത്ത് വെച്ച് പോകുന്നുണ്ട, കത്തിയെടുത്ത് വെട്ടി നോക്കണ്ട, ശരീരം അർത്ഥം നോക്കണ്ട. ഹല്ലേലൂയ. നമുക്ക് കാണുമ്പോൾ അറിയാം, ചിലവരൊക്കെ ഉണ്ടെങ്കിലും അവർ എത്ര കഴിച്ചാലും ചിലപ്പോൾ ശരീരത്തിന് മേൽ ഉണ്ടാവത്തില്ല. പിശാച് വേറെ രീതിയിൽ അടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. ശത്രു വേറെ രീതിയിൽ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ അറിയുന്നില്ല, പിശാച് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. എത്ര വിറ്റാമിൻ കൊടുത്താലും അവരുടെ ശരീരത്തിൽ ഏക്കത്തില്ല. കാര്യം എന്താണ്? അത് സ്വയമായിട്ട് ആ ആഹാര ബ്ലഡിനെ പച്ചവെള്ളമാക്കി മാറ്റി, അവൻ പച്ചവെള്ളമാക്കി ബ്ലഡായി വരുമ്പോൾ ഈ ആഹാരത്തെ ബ്ലഡിനെ പച്ചവെള്ളമാക്കി അതിന് മൊത്തം നിലത്ത് ഒഴുകിയാണ്. ശരീരത്തിൽ ബ്ലഡ് എന്ത് ചെയ്യുന്നു? നിലത്ത് ഒഴിച്ച് ഈ ശരീരത്തിന് ബ്ലഡ് ശരീരത്തിൽ നിന്നാലേ വിടുതലാവുള്ളൂ. നിലത്തൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരം വിടുതലാവോ? ഇല്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ ഭൂതം പിടിച്ച വ്യക്തിയാ. കർത്താവ് ചോദിക്കുന്നു, ആമേ. എന്നിട്ടും ദൈവത്തോട് പറയുകയാണ്, ഞങ്ങളെ ഈ നാട്ടിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോദ്യോത്തരമേ, കർത്താവേ, ഞങ്ങളെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയക്കരുത്. ഭൂതത്തിന് ഭയങ്കര ഇഷ്ടം, ഈ ദേശം അങ്ങ് ഇഷ്ടപ്പെട്ടു. മുറിഞ്ഞപാലം ദേശം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഈ മുറിഞ്ഞപാലത്തിൻ്റെ ഭൂതത്തിന് ഹല്ലേലൂയ ഇഷ്ടപ്പെട്ടു. ഇന്നിവിടെ ഒരു ആരാധന ഉള്ളതും ഇന്നൊരു പ്രാർത്ഥന ഉണ്ടെന്നും ഇന്നൊരു വിടുതലുണ്ടെന്നും അറിയാം. എന്നാൽ പറയണം, ഈ മുറിഞ്ഞപാലം ഞങ്ങളെ പറഞ്ഞയക്കരുത്. എനിക്ക് ഈ മുറിഞ്ഞപാലം വേണം, ഈ തിരുവനന്തപുരം പട്ടണം ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ തിരുവനന്തപുരത്ത് പറഞ്ഞു വിടരുത്. നിന്നെ തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നല്ല പറഞ്ഞിടാൻ പോകണം. ദൈവം വേറൊരു പണിയാണ് ഒരുക്കാൻ പോകുന്നത്. ഇവിടെ അപേക്ഷിച്ചു. ഭൂതം ബാധിച്ച വ്യക്തി ദൈവസന്നിധി അപേക്ഷിച്ചു, ഞങ്ങളെ പുറത്തു നിന്ന് അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഇത് അപേക്ഷിച്ച സമയത്ത് അവിടെ മലയരികെ ഒരു വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. വലിയൊരു പന്നിക്കൂട്ടമാണ്. മലയരികിൽ ഒരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഈ നാട്ടിൽ നിന്ന് എന്തായാലും കർത്താവ് വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല, ഒരു പണി തരുമെന്നറിയാം. ഭൂതത്തിന് നല്ലപോലെ അറിയാം, ഒരു പണി കിട്ടുമെന്നറിയാം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വെറുതെ അയക്കരുത്. ആ നാട്ടിൽ ഒരു കൂട്ടം പന്നികൾ ഉണ്ട്, പന്നികൾ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂതം ആവശ്യപ്പെടുകയാണ്, എനിക്ക് പന്നിയെ വേണം. എനിക്ക് എന്തിനു വേണം? പന്നിയെ വേണം. ഭൂതം പറയാ, ഈ മനുഷ്യനെ സ്വതന്ത്രനാക്കണമെങ്കിൽ എന്നെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ഭൂതം പിടിച്ചിരിക്കില്ല, മുട്ട് വിറയ്ക്കും. നിങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കില്ലെങ്കിലേ കർത്താവിന് മുമ്പിൽ മുട്ട് വിറയ്ക്കുകയാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ എരിവ് അത്രയായിരിക്കും, പക്ഷെ കർത്താവിന് മുമ്പിൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വന്നിട്ട്, പോട്ടെ, നീ കുറച്ച് ദിവസം കൂടെ താമസിച്ചോ, ഞാൻ അടുത്ത മാസം വരാമെന്നല്ല, ഇന്ന് വെട്ടേണ്ടത് വെട്ടിയിട്ടേ പോവുകയുള്ളൂ. കർത്താവ് വന്നാൽ വെറുതെ ആയിരിക്കും, ഒരു അത്ഭുതം നടക്കും. യേശു വന്നാൽ ഒരു അത്ഭുതം ചെയ്തിട്ടേ പോകത്തുള്ളൂ. എൻ്റെ ദൈവം നിന്റെ ഭവനത്തിൽ വന്ന ഒരു വിടുതൽ സംഭവിക്കും. നിന്റെ കുടുംബത്തിൽ അതൊരു അത്ഭുതം ചെയ്യും. പക്ഷേ പിശാച് പറയാണ്, ഞങ്ങളെ പറഞ്ഞ് അയക്കല്ലേ. പലരും പറയും, ഈ കുടുംബം വിട്ടു പോകാൻ വരുത്തല്ലേ. ഈ കുടുംബത്തിനകത്ത് താമസിക്കാൻ നല്ല സൗകര്യം, ഇപ്പം എന്താണ് അതിനകത്ത് എല്ലാ സൗകര്യം പറഞ്ഞയക്കല്ലേ. എന്നിട്ടും ഈ ഭൂതമ്പടി പറയുന്നു, ഞങ്ങൾക്ക് പന്നിയിലോട്ട് പോകുന്ന ദൈവത്തോട് അപേക്ഷിച്ചു, ചോദിച്ചു. ഭൂതത്തിന് ഞങ്ങൾ വെറുതെ പോകാൻ പാടില്ല, ഭൂതത്തിനൊരു ശരീരം വേണം കയറാൻ. ഭൂതത്തിന് ഒരു ശരീരം വേണം. ഹല്ലേലൂയ.
അപ്പോൾ വലിയൊരു പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ കടത്തിവിടണമെന്ന് അതിലോട്ടൊന്ന് അപേക്ഷിച്ചു. 13-ാമത്തെ വാക്യത്തിൽ അനുവാദം കൊടുത്തു. ഭൂതം ചിലത് പറഞ്ഞതുപോലെ ന്യായമായിട്ടൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് പന്നിക്കൂട്ടത്തിലോട്ട് പന്നീരെ ഓർത്ത് ഇനി ഈ മനുഷ്യനെ വിട്ടിട്ട് പന്നിക്കൊരു പണി കൊടുക്കാം. മനുഷ്യനെ ഒതുക്കി തീർന്നു, ഇനി പന്നിക്ക് ഇത്തിരി പണി കൊടുക്കാം. പന്നിക്കൂട്ടത്തിലോട്ട് ഈ ഭൂതങ്ങളെല്ലാം ദൈവം അനുവാദം കൊടുത്തപ്പോൾ അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് ഒരു പാഞ്ഞു വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. മനസ്സിലായോ? അവർ എത്ര ഭൂതമുണ്ടായിരുന്നു? 2000 ആയിരുന്നു. 2000 ഭൂതങ്ങളാണ് 2000 പന്നികളുടെ മേൽ ചെന്ന് കയറിയത്. എത്ര ഭൂതം ഒരു മനുഷ്യന്റെ കയറിയിരുന്നു? 1ഉം 2ഉമല്ല കുഞ്ഞെ, 2000 ഭൂതമാണ് ഒരു വ്യക്തിയിലിരുന്നത്. ഈ ഒരു വ്യക്തിയിരുന്ന ഭൂതം 2000 ഭൂതങ്ങൾ 2000 പന്നിക്കകത്ത് നിന്ന് കയറി. ഈ ചെന്ന് പാഞ്ഞ് ഈ ഭൂത അശുദ്ധാത്മാവ് പന്നിയിൽ നിന്ന് കയറിയപ്പോ ഈ പന്നികൾ ഇങ്ങനെ മൂക്കിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് കയറിയപ്പോ ഓടാൻ തുടങ്ങി. അത് പാഞ്ഞു, ട്രെയിൻ പാഞ്ഞതുപോലെ, നമ്മൾ മെട്രോ ഒക്കെ പാഞ്ഞതുപോലെ ഇങ്ങനെ മൂക്കിട്ട് ഇങ്ങനെ കറങ്ങി കിടന്നപ്പോൾ പിശാചി പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. ചിലൊക്കെ പായ കണ്ടിട്ടുണ്ടോ? പെട്ടെന്നൊരു പാച്ചിലാണ്. പാസൊന്നും കാണണ്ട, പാസ് ആരെയും കാണണ്ട, ഒറ്റ പോക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ അശുദ്ധാത്മാവ് ബാധിച്ച പന്നിയിലോട്ട് ചെന്നപ്പോ പന്നികളിനി സ്പീഡൊന്ന് കൂട്ടി. നിങ്ങൾ പന്നികളെ കണ്ടി, നിങ്ങൾ ആരും പന്നികളും കണ്ടിട്ടില്ല തിന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ പന്നിയുടെ രീതിയും പെരുമാറ്റവും അതിൻ്റെ ചിട്ടയും കാര്യങ്ങളൊക്കെ വേറെ റേഞ്ചിലാണ്. അത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അറിയാമെന്നുള്ളവർക്ക് അറിയാം, പന്നി വളർത്തുന്നവർക്ക് അറിയാം, കണ്ടവർക്ക് അറിയാം. അത് എപ്പോഴും ഏറ്റവും വിടക്കുള്ള സാധനമേ കഴിക്കത്തുള്ളൂ, അല്ലേ? ഏറ്റവും മോശമായത്. പക്ഷേ അവൻ പന്നികളെന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുമോ? പന്നിയെ പിടിക്കാൻ സാധാരണ സ്പീഡ് ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റും. ഓടിച്ച ഓടും. അല്ലാതാണെങ്കിൽ അവൻ പതുക്കെ സാധാരണ ഓരോ കാലം മെല്ലെ നടക്കുള്ളൂ. ഇവിടെ ഈ അശുദ്ധാത്മാവ് വന്നതിനകത്ത് കയറിയ സമയത്ത് പന്നിയൊക്കെ നിൽക്കാൻ പറ്റിയില്ല. നേരെ ചെന്ന് എവിടെ പോന്നു? ഇതിനകത്ത് അശുദ്ധ കടലിലേക്ക്, അല്ലേ? എവിടെ ഇത് കടലിലേക്ക് കടും തൂക്കായി പതിച്ചു. ദൈവമക്കളെ, ഒരാത്മാവിനെ രക്ഷിക്കുവാൻ നിന്റെ വീട്ടിൽ ഇരിക്കുന്ന ചില നഷ്ടപ്പെടും. ചിലപ്പോൾ ഒരു പശു ആയിരിക്കാം, ചിലപ്പോൾ ഒരു കോഴിയായിരിക്കാം, ചിലപ്പോൾ ഒരു പട്ടിയായിരിക്കാം, ചിലപ്പോൾ ഒരു പൂച്ചയായിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും വിടുതൽ നടന്ന സമയത്ത് ഒരു ഉപവാസം നടക്കുകയാണ്. എനിക്ക് പോയത് 25 ഒറ്റയടിക്ക്, ഇപ്പോഴൊന്നുമല്ല, എൻ്റെ പ്രാർത്ഥന സമയം ഇവിടെ ഉപവാസം നടക്കണം. വലിയൊരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ചെന്ന് വീട്ടിൽ നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ കിടക്കുക. വിടുതലിൻ്റെ ശക്തി എവിടെ കൂടെയെങ്കിലും അടിക്കും. അപ്പോൾ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിൽ, വല്ല ആടോ കോഴിയോ പശുവോ എന്തെങ്കിലുമൊക്കെ ചത്തു പോകണമെങ്കിൽ പറയണം, ഒരാത്മാവിനെ ദൈവം രക്ഷിക്കുന്നതാണ്. നിന്റെ പ്രാർത്ഥന കൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, പിശാച് ഭൂതമാണെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടേ പോകത്തുള്ളൂ. ഭൂതം പിടിച്ചാൽ ഒരു വ്യക്തിയെ മരണത്തിനെ കൊണ്ടുപോകുള്ളൂ, മരണത്തിന് കീഴടക്കും. ഭൂതം പിടിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കീഴടക്കും. പക്ഷെ ദൈവം മരണത്തിന് വിട്ടുകൊടുക്കൂല. ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും ഈ ശബ്ദം കേട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേട്ട് ആരെങ്കിലും നിന്റെ വീട്ടിൽ പൈശാചി ബന്ധത്തിരിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിര്. യേശുവേ, എൻ്റെ സഹോദരനെ ഒന്ന് രക്ഷിക്കണമേ, എൻ്റെ സഹോദരി ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു വിടുതൽ സംഭവിക്കും. പക്ഷേ ഈ ഭൂതം പിടിച്ച ഭൂതത്തിന് അല്ലെങ്കിൽ പിശാചിന് എവിടെ എന്തെങ്കിലും ഒരു ശരീരം വേണം. അപ്പോൾ പ്രാർത്ഥനയില്ലാത്ത ശരീരമാണ് ഏറ്റവും എളുപ്പം. ആരാധിക്കാത്തയും കൈയടിക്കാത്തയും ആരാധിക്കാത്തതിന് പെട്ടെന്ന് കയറും. അതുകൊണ്ടാണ് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം, നല്ല ആരാധിച്ചോളണം, ആത്മാവിൽ സത്യം നിലവിളിച്ചോളണം. ചുമ്മാ മിണ്ട ഉറങ്ങി കഴിഞ്ഞാൽ
കയറാൻ സാധ്യത കൂടുതലാണ്. ഹല്ലേലൂയ, ആമേ. അവൻ ഇങ്ങനെ നടക്കും, ആരടുത്ത് കയറട്ട്. അതാണ് എവിടെയെങ്കിലും മിണ്ടാതെ നമ്മളിരുന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് തോണ്ടിരിക്കുകയാണ്. ഇത് എളുപ്പ വഴിയാണ് കയറാൻ. കാര്യം തന്നെമോ, ഇതിനകത്തൂടെ ഭയങ്കര എളുപ്പമാണ്. ഇതിനകത്ത് വലിയ ചിത്രങ്ങൾ വരും. ആ ചിത്രത്തിലൂടെ ഒക്കെ കയറി ഇതിനകത്ത് ലഹരി പിടിക്കും, വേറെ അനർത്ഥത്തിലേക്ക് പോകുന്നുണ്ട്. ഹല്ലേലൂയ, ആമേ. അപ്പോൾ ആത്മീയ ആരാധന നടക്കുകയാണ്, പള്ളി കയറില്ല, ഇങ്ങനെ നടക്കുകയാണ്. സൂക്ഷിച്ചോ, ഇവിടെ എന്തൊക്കെയോ ഒരു പിശാച് നോക്കുന്നുണ്ട്. ആരെയാണ് തപ്പി നടക്കുന്നത്? കിട്ടാൻ വേണ്ടി തപ്പി നടക്കുകയാണ് പിശാച്. ആരെയാണ് വിഴുങ്ങേണ്ടെന്ന് അവൻ അലറി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടം കൊടുത്താൽ കൃത്യമായിട്ട് കയറും. അതുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് നല്ലപോലെ ആരാധിക്കണം, സ്തുതിക്കണം. എവിടെ ഡൗൺ വന്ന് അവിടെ കയറും. പിശാചിന് തണുപ്പ് കിട്ടിയാൽ കയറും. പക്ഷേ ഈ വ്യക്തിയിൽ നിന്ന് ഒഴിപ്പിക്കണമെങ്കിൽ ചുമ്മാ പോകത്തില്ല. അവന് ഒരു കൂട്ടം പന്നി ആവശ്യപ്പെട്ടു. പിശാച് ചോദിച്ചതാണ്, എനിക്ക് ഒരു കൂട്ടം പന്നി ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ശത്രുവിനകത്ത് കയറി ഒഴിപ്പിച്ചത് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പറ, അത് ലാഭമാണ്. എൻ്റെ ആടിന് ചത്തത് എനിക്ക് നല്ലത്, എൻ്റെ പശു ചത്തത് നല്ലതാ, ഞങ്ങളുടെ കോഴികളെല്ലാം ചത്ത നല്ലതാ. 25 കോഴിയൊക്കെ ചത്തെന്ന് പറയുന്നത് അത് നല്ലതാ. കാര്യം എന്താണ്? കുടുംബത്തിൽ ഒന്നുപോലും കൊണ്ടുപോയില്ല. ഞങ്ങളുടെ കുടുംബത്തിനെ ഒന്നിനെ പോലും വിട്ടുകൊടുത്തില്ല. പറ, ദൈവത്തിന് മഹത്വം കൊണ്ട് കരം അടിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഹല്ലേലൂയ നഷ്ടം വന്നവരിനകത്തുണ്ട്, ഇത് കേൾക്കുന്നവരുണ്ട്, നഷ്ടം വന്നവരുണ്ട്. നിന്റെ ആട് കോഴിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പറ, എൻ്റെ ദൈവം രക്ഷിച്ചതാ. ഹല്ലേലൂയ. ഒരാത്മാവെന്ന് പറയുന്നത് ദൈവത്തിന് വലുതാണ്. നിങ്ങളെ വീട്ടിൽ നിൽക്കുന്ന ആടുകൾക്കോ കോഴികൾക്കോ മൃഗങ്ങൾക്കോ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ പറയണം, അത് അയ്യോ ഇതോടെ എൻ്റെ ജീവൻ തീർന്നെന്നല്ല, ചില ഭൂതത്തെ അങ്ങ് ഒഴിപ്പിച്ച് വിടുന്നതാണ്. നിന്റെ പ്രാർത്ഥന സംഭവിക്കുന്നതാണ്. നീ പ്രാർത്ഥന സംഭവിക്കുന്നതാണ്. ദൈവം ആ വ്യക്തിയെ രക്ഷിക്കുകയാണ്. പിശാചിന് കയറുവാൻ ഇന്ന് പിശാചിന് കയറുവാൻ ഒരു ശരീരം വേണം. ചിലപ്പോൾ മൃഗങ്ങളായിരിക്കും, മനുഷ്യനെ വിട്ടുകൊടുക്കൂല. മനുഷ്യനെ വിടാത്ത കാര്യം, മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ആമേ. ദൈവം തൻ്റെ മക്കളാണ്. അതുകൊണ്ട് മനുഷ്യനെ വിട്ടുകൊടുക്കാതെ മൃഗങ്ങളെ വിട്ടുകൊടുക്കും. അതുകൊണ്ടാണ് ഒരു പന്നിക്കൂട്ടത്തെ ഭൂതം ചോദിച്ചത്. ദൈവം പറഞ്ഞാണോ, ആ നേരെ നീ പന്നിക്കൂട്ടത്തിൽ പോ. അശുദ്ധാത്മാവ് ചോദിച്ചു വാങ്ങി, ഞങ്ങൾക്ക് പോകുവാൻ വേണം, ഞങ്ങളെ ദേശത്തുനിന്ന് പറഞ്ഞു വിടല്ലേ എന്ന് അപേക്ഷിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്, എന്നോ കർത്താവ് വന്നതെന്നാൽ അത്ഭുതം ചെയ്യും, ഞങ്ങളെ പന്നീരെടുത്തോട്ടൊന്ന് വിട്ടോ, പന്നീരെടുത്തോട്ടൊന്ന് പറഞ്ഞു വിട്ടോ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യം, ചില നഷ്ടങ്ങൾ നിനക്ക് വരുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് നഷ്ടങ്ങൾ വരുമ്പോൾ നീ പറയണോ, ഒരു ജീവനെ രക്ഷിച്ചതാണെന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അവിടെ ഇരുന്നിട്ട് പിറുപിറുക്കരുത്, അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരാത്മാവും നഷ്ടപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയായിരിക്കും പിശാച് കണ്ണു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിക്കണമെങ്കിൽ അവിടെ നിൽക്കുന്ന ആടിനോ പശുവിനോ, ചിലപ്പോൾ അവിടെ ഇങ്ങനെ എന്തെങ്കിലും കോഴിക്കുമെങ്കിലും പോവേണ്ടി വരും. ചിലപ്പോൾ അത് മാത്രമല്ല, ചില തെങ്ങ് കണ്ടില്ലേ, വാഴയൊക്കെ കൊലച്ച് വന്നു ഒരു 10 പടലം ഇറങ്ങുകയാണ്. പിശാച് ചിലപ്പോൾ വാഴയെ കൂടെ ഒറ്റ അടിയാണ് അടിച്ചുകൊണ്ട് പോണത്. നമ്മളവിടെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒന്ന് രക്ഷിച്ചതാണ്. എന്തെങ്കിലും നഷ്ടം നിങ്ങൾ കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലേ, എന്തെങ്കിലും പരാജയം, ഇവിടെ പരാജയം വന്നവരുണ്ട്. ആടുമാടുകൾ കോഴികൾ ചത്ത് അല്ലേ നിൽക്കണ നിലയിലൊക്കെ അങ്ങ് മറിഞ്ഞ് വീഴുക, നേരം വെളുക്കമല്ല ചത്ത് കിടക്കുക. അയ്യോ ഞാൻ പള്ളിയിൽ പോകണമല്ലോ, ദൈവമേനെ എന്നെ ഞാൻ ദൈവം രക്ഷിച്ചില്ലയോ, എൻ്റെ ആടുമാടുകളെ രക്ഷിച്ചില്ലയോ. ദൈവം രക്ഷിച്ചതാണ് കുഞ്ഞെ, നിന്റെ കുടുംബത്തെ രക്ഷിച്ചതാണ്, മറക്കരുത്. ഒരു നഷ്ടം വന്നതിനെ രക്ഷിച്ചതാ, നിന്റെ കുടുംബത്തിന്റെ തലമുറ രക്ഷിച്ചതാണ്, നിന്റെ വ്യക്തിയെ രക്ഷിച്ചതാണ്. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അനുവാദം അശുദ്ധാത്മ പുറപ്പെട്ട് പന്നികൾ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ അന്ന് കടലിലേക്ക് പാഞ്ഞു. അവർ കടലിലേക്ക് പാഞ്ഞു, വിയർപ്പ് മുട്ടി ചത്തു.
ഇവർ നേരെ ചാടിയത് ആറ്റിലോട്ടൊന്നുമല്ല ചാടിയത്, കായലല്ല ചാടിയത്, കടലിലോട്ടാണ് ചാടിയത്. എവിടെയെങ്കിലും ചാടുമ്പോൾ മനസ്സിലാക്കണം, ഈ ചാട്ടം കാണുമ്പോൾ മനസ്സിലാക്കണം ഭൂതം പിടിച്ച കേസാണ്. എവിടെയെങ്കിലും ആട്ടി ചാടി മരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഭൂതം പിടിച്ചവരാണ് ചാടി പോകുന്നത്. ഹല്ലേലൂയ. കടും തൂക്കം ഒരു പന്നി ചാടിയിട്ടുണ്ടെങ്കിൽ പന്നി ചാടി പന്നി ആമെ നിന്നില്ല, അത് കടും തൂക്കാറ്റ് നേരെ കടലിലോട്ട് ചെന്ന് വീഴുന്നു. കടലിൽ ചെന്ന് വീഴുന്നത് ജീവിക്കാനാണോ? ചത്തു. കടല് ഹല്ലേലൂയ അശുദ്ധാത്മാവിനെ ഒതുക്കുവാനാണ് കടല്. ഹല്ലേലൂയ. അശുദ്ധാത്മാവിനെ ഒതുക്കുവാൻ വേണ്ടി ആമെ നേരെ ചെന്ന് ആ കടലിലോട്ട് വീഴുന്നു. അവിടെ വിയർപ്പ് മുട്ടി. ഈ പന്നികൾക്ക് നല്ലൊരു മരണം കിട്ടിയോ? ഭൂതത്തിന് നല്ല മരണം കിട്ടിയില്ല. വിയർപ്പ് മുട്ടി അതെല്ലാം ചത്തുപൊങ്ങി. ഹല്ലേലൂയ. ഇതെല്ലാം വിയർപ്പ് മുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. ഒന്നും രണ്ട് സാധനമല്ല, ലക്ഷങ്ങളുടെ വിലയുള്ള പന്നികൾ 2000 പന്നിയായിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. ഇത് ഈ സംഭവം കണ്ടപ്പോൾ പന്നി മേയ്ക്കുന്ന ആൾക്കാരുണ്ട്. യാട് വളർത്തുന്നത് പോലെ, കോഴി വളർത്തുന്ന പോലെ പന്നി വളർത്തുന്നവരെ ഓടിച്ചെന്ന് നാട്ടിൽ അറിയിച്ചു. ഇതാ ഞങ്ങളുടെ പന്നികളെല്ലാം ഇതാ എല്ലാം ചത്തു. ഒരാൾ വന്നിരിക്കുന്നു. ഒരാൾ മുഖാന്തരം. ആര് മുഖാന്തരം? ഒരു കർത്താവ് മുഖാന്തരം. അവർ കാണുന്നത്, മാനുഷ്യമായി കാണുന്നത് ഒരു വ്യക്തി മുഖാന്തരം ഞങ്ങളുടെ പന്നികളെല്ലാം ചത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചോ. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. ഈ കാര്യം പറഞ്ഞപ്പോൾ സംഭവിച്ചത് കാണാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു. ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ, 15-ാമത്തെ വാക്യത്തിൽ ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും. അവർ നാട്ടിലെല്ലാരും വന്നപ്പോ ലഗ്നോ ബാധിച്ച വ്യക്തി എന്ത് ചെയ്യണോ? ഇതാ വസ്ത്രം ഉടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അവരെല്ലാരും കണ്ടത് വസ്ത്രമില്ലാതെയാ. കുഞ്ഞേ, ഭൂതം മാറിയപ്പോ നാട്ടുകാരെല്ലാരും ഓടി, പലരും വന്ന് കണ്ടപ്പോ അവര് കാണാൻ വന്നത് ആര്? ഈ ലഗ്നം ബാധിച്ച വ്യക്തിയാണോ കാണാൻ വന്നത്? പന്നിയെ കാണാനാ വന്നത്. ഈ പന്നി ചത്ത്, ഇത് ഈ വന്ന് കടലിൽ ചാടി ചത്തെന്ന് അറിഞ്ഞ കാര്യം കാണാൻ വേണ്ടി ഓടി വന്നപ്പോൾ ഈ ഭൂതഗ്രസ്തം പിടിച്ച ലഗ്നം ബാധിച്ച വ്യക്തി ആമെ വസ്ത്രം ഉടുത്തതായിട്ട്, വസ്ത്രം ധരിച്ചായിട്ട് കണ്ടു. എന്നിട്ടും അത് മാത്രമല്ല, അവന് സുബോധം വന്നു പോണ്ടു. ഇരിക്കുന്നവർ കണ്ടു. എന്നാൽ ഭയപ്പെട്ടു കണ്ടവരെല്ലാവരും. 16-ാമത്തെ വാക്യത്തിൽ കണ്ടവർ ഭൂതഗ്രസ്തനോട് സംഭവിച്ചതല്ല പന്നിയുടെ കാര്യസ്ഥനോട് അറിയിച്ചു. ഈ കാര്യം പന്നിയുടെ വന്നിരുന്നു വെച്ചാൽ കാര്യസ്ഥരെ, പന്നി മേയ്ക്കുന്നവരുണ്ട്, കാര്യസ്ഥരെല്ലാം ആമേന്ദ്ര പന്നിയുടെ ഉടമസ്ഥനെ അറിയിച്ചു. ആ ഉടമസ്ഥനെ അറിയിച്ചപ്പോൾ വായിച്ചോ. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു. തുടങ്ങി. അവൻ പടക് ഏറുമ്പോൾ അവൻ കർത്താവിന് ഈ ദേശം വിട്ട് പോകണം, ഈ ഗദല ദേശം വിട്ട് നിങ്ങൾ പോകണം, എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ 2000 പന്നികൾ ഒറ്റ സ്റ്റെപ്പിലാണ് കടലിൽ ചാടി ചത്തത്. 1-2 രൂപയാണോ? ഒരു പന്നിക്ക് രൂപ എത്ര വെച്ച് കൂട്ട്? 500 വെച്ച് കൂട്ട്, അല്ലെങ്കിൽ 1000 വെച്ച് കൂട്ട്. രൂപ എത്ര? 2000 പന്നിയുടെ നഷ്ടവും വലുതാണ്. പക്ഷേ എൻ്റെ കർത്താവിന് ഒരു ആത്മാവ് 2000 പന്നിയെക്കാട്ടിയും വലുതാണ്. ആമേ, ഹല്ലേലൂയ. ആമേ, 2000 പന്നിയെക്കാട്ടിലോ ഒരാത്മാവിന്റെ ബല വലുതാണെന്ന് തിരുവചനം വിളിച്ചു പറയുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു പന്നിക്കൂട്ട ചത്തു പൊങ്ങുന്നുണ്ടെങ്കിൽ ഒരാത്മാവിന്റെ വില വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വസ്ത്രമില്ലാതിരുന്നവൻ വസ്ത്രം ഉടുത്തു. ഇന്ന് എവിടെയെങ്കിലും വസ്ത്രമില്ലാതെ കാണുന്ന അനുഭവത്തിലേക്ക് പിശാച് മനുഷ്യനെ തകർക്കുമ്പോൾ, സുബോധം നഷ്ടപ്പെടുമ്പോൾ അവന് വസ്ത്രത്തിനെ കുറിച്ചുള്ള ബോധ്യമില്ല, എങ്ങനെ നടക്കണമെന്ന ബോധ്യമില്ല. ഇന്ന് വസ്ത്രം നേരെ ഉടുത്ത് നടക്കണമെങ്കിൽ പറയും നിനക്ക് സുബോധമുണ്ട്. നേരെ ചുവന് വസ്ത്രമില്ല നടക്കുന്നുണ്ടെങ്കിൽ പറയണം സുബോധമില്ല. ഉണ്ടോ? സുബോധം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇന്ന് പല റോട്ടെ പോകുമ്പോൾ കാണുന്നത്. ശരിയാണോ തെറ്റാണോ? സുബോധം വന്നപ്പോൾ വസ്ത്രം ഉടുത്തു.
സുബോധം ഇല്ലാത്തതുകൊണ്ട് വസ്ത്രത്തിന്റെ അളവ് കുറച്ചു. വസ്ത്രത്തിന്റെ അളവ് കുറച്ചു. നമുക്ക് റോട്ടിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴും. ഇന്നലെ വരെ നോക്കിയപ്പോൾ മാന്യമായ വസ്ത്രം. എല്ലാത്തിനും ഒരു സുബോധം വേണം. വസ്ത്രം ഉടുക്കാൻ സുബോധം വേണം. നിങ്ങൾ ഡ്രസ്സൊക്കെ ധരിക്കുമ്പോൾ നല്ലപോലെ നോക്കണം. അല്ല പാസ്റ്ററെ കാണുമ്പോഴും സാറിനെ കാണുമ്പോൾ സ്കൂളിലെ സാറ് കാണുമ്പോഴൊന്ന് പെട്ടെന്ന് എടുത്ത് എഴുതുന്നതല്ല. സുബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വസ്ത്രത്തിൻ്റെ രൂപം മാറരുത്. സുബോധം നഷ്ടപ്പെടുമ്പോൾ മറ്റുള്ളവരെ നോക്കി നമ്മൾ ആ രീതിയിൽ ഒരുങ്ങരുത്. നമുക്കൊരു സുബോധമുണ്ട്. കർത്താവ് യേശുവിൻ്റെ മേൽ നോക്കി, മറ്റുള്ളവരെ നോക്കിയല്ല. നിനക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം ധരിപ്പിക്കുന്നൊരു യേശു ഉണ്ട്. നേരെ ചൊവ്വനെ ഉടുപ്പിക്കും വരുന്നൊരു യേശു ഉണ്ട്. മാന്യം മര്യാദയ്ക്ക് ഉടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് ഇഷ്ടപ്പെടവോ. വസ്ത്രമില്ലാതെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു ആ വ്യക്തിക്ക് എന്താണ് കുഴപ്പം? ഭൂതം പിടിച്ചിരിക്കുന്നു. 1-2 ഭൂതമല്ല പിടിച്ചിരിക്കുന്നത്, 2000 ഭൂതങ്ങൾ 2000 ഭൂതത്തിന്റെ പ്രവൃത്തി അങ്ങ് ചെയ്യും. ഒരാൾ വസ്ത്രം എടുക്കാൻ വരുമ്പോൾ ഒരു ഭൂതം വലിച്ചെറിക്കളയും. അടുത്തൊരു ഭൂതം എന്ത് ചെയ്യും? കയ്യിലിട്ട് ഇടിക്കാൻ തുടങ്ങും. അടുത്ത ഭൂതം എന്ത് ചെയ്യും? വിളിക്കാൻ തോന്നും. അടുത്തൊരു ഭൂതം എന്ത് ചെയ്യും? ഓട്ടിക്കാൻ തോന്നും. അടുത്തൊരു ഭൂതം എന്ത് ചെയ്യും? വേറൊരു വാക്ക് പറയും. അങ്ങനെ 2000 ഭൂതങ്ങൾ 2000 പ്രവൃത്തി ഒരു മനുഷ്യന് ചെയ്തുകൊണ്ടിരുന്നു. മറക്കരുത്, 2000 ഭൂതങ്ങൾ ഒരു പ്രവൃത്തിയല്ല ചെയ്തത്, 2000 പ്രവൃത്തിയാണെന്ന് ആത്മാവിനെ വിളിച്ചു പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ഭൂതമാണെങ്കിൽ ഒരു ഭൂതത്തിന്റെ പ്രവൃത്തിയെ ചെയ്യത്തുള്ളൂ. 2000 ഭൂതമാണെങ്കിൽ 2000 ഭൂതത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയത്ത് 2000 പ്രവൃത്തികൾ. ഒരു ഭൂതത്തിന് ഇഷ്ടമുണ്ട് വസ്ത്രം ഉടുക്കണമെന്ന്. അപ്പോൾ ഒരു ഭൂതം ചെന്ന് വസ്ത്രം എടുത്തുകൊണ്ട് വരും. അടുത്ത ഭൂതം വന്നதையும் പിടിച്ചും കൊണ്ട് അങ്ങ് കത്തിച്ചളയും. അപ്പോൾ അടുത്തൊരു ഭൂതം പറയും വേറൊരു വസ്ത്രം എടുത്തുകൊണ്ട് വരും. ഇത് കൊണ്ടുവരുമ്പോൾ വേറെ ഭൂതം എന്ത് ചെയ്യും? ഇത് പിടിച്ചുകൊണ്ട് അങ്ങ് ഓടിക്കളയും. എപ്പോഴെങ്കിലും ഒരു ഭൂതം പറയും ഒന്ന് ഉടുത്ത് കാണിക്കാം, വസ്ത്രം ഉടുക്കും. അടുത്ത ഭൂതം എന്ത് ചെയ്യും? ഉടുത്തിങ്ങനെ വലിച്ചു കുരിഞ്ഞ് അങ്ങോട്ട് പോകും. ഇവിടെ സംഭവിക്കുന്നത് വസ്ത്രം ഊരിക്കൊണ്ട് പോണ വാക്കാം. യേശു വരും മുമ്പേയും വസ്ത്രമില്ലാതെയായിരുന്നു. യേശു വരും മുമ്പേയും ഈ വ്യക്തിക്ക് വസ്ത്രമില്ലാതായിരുന്നു. മറക്കരുത്. ഹല്ലേലൂയ. വസ്ത്രം, മാന്യമായൊരു വസ്ത്രം. എൻ്റെ യേശു വന്നു കഴിഞ്ഞാൽ നിനക്കൊരു മാന്യമായൊരു വസ്ത്രം ഉടുപ്പിക്കാതെ വരും. യേശു വന്നു കഴിഞ്ഞാൽ മാന്യമായൊരു വസ്ത്രം, ഒരു അന്തസ്സായൊരു വസ്ത്രം. ഇന്ന് എവിടെയെങ്കിലും വസ്ത്രങ്ങൾ മാറി മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ പറയണം ഇത് ഭൂതം പിടിച്ച കേസാണെന്ന്. ദുരാത്മാ പിടിച്ചതാ. ഇവരൊന്നും ചിലർ പറഞ്ഞാലൊന്നും കേൾക്കൂല. ഇത് പറഞ്ഞാൽ കേൾക്കൂല. ഇത് കർത്താവ് തന്നെ വരേണ്ടി വരും. ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കത്തില്ല. കേൾക്കോ? നീ പറ, കേൾക്കുവോ? കേൾക്കൂല്ലേ? ആള് കേൾക്കൂല, കേൾക്കത്തില്ല. കാര്യം എന്താണ്? ഇതിനടക്കുവാൻ യേശുവിനെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിൻ ഭൂതം ബാധിച്ചാൽ വസ്ത്രത്തെ ഊരിക്കൊണ്ടുപോകും. ആദ്യം സംഭവിക്കും, നിന്നെ നാണം കെടുത്തും. ഹല്ലേലൂയ. പിശാച് വന്നു കഴിഞ്ഞ് പിശാച് ബാധിച്ചാൽ നിന്റെ തല കുനിക്കും. പക്ഷെ എൻ്റെ കർത്താവ് വന്നാൽ നിന്റെ തല ഉയർത്തും. യേശു വന്നാൽ നിന്റെ തല ഉയർത്തും. പിശാച് വന്നാൽ തല കുനിക്കും. ഹല്ലേലൂയ. തല കുനിഞ്ഞിരിക്കാനാണോ ഇഷ്ടം? തല നിവർന്നിരിക്കാനാണോ ഇഷ്ടം? പാസ്റ്റർ പ്രസംഗിക്കുന്ന എല്ലാം കുത്താണ്. പത്രോസ് പ്രസംഗിച്ച എല്ലാം കുത്തായിരുന്നു. ഈ ഭൂതം പിടിച്ചിരിക്കുമ്പോൾ എല്ലാവരും കുത്തായിട്ടാണ് തോന്നണത്. പക്ഷെ ആത്മാമണ്ഡലത്തിൽ ഇരിക്കുന്നവൻ പറയും ചില വിടുതൽ സംഭവിക്കുന്നുണ്ട്, ചില വിടുതൽ സംഭവിക്കുന്നുണ്ട്. ആത്മമണ്ഡലത്തിൽ പറയും ചില വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഒരു ദേശത്തിന്റെ മേൽ ഒരു വിടുതല സംഭവിക്കുന്നത്. നിന്നെ ഇന്നലെ വരെ നാറ്റിച്ച് നിന്റെ താമസം കല്ലറയിലും മലമുകളിലും ആയിരുന്നെടുത്ത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നിലവിളി ഒരു ദേശത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശു വരും. നീ ദേശത്തിന്റെ ഒരു സമാധാനക്കേടാണെങ്കിൽ പിശാച് ദേശം കീഴടക്കും. പിശാച് ദേശം കീഴടക്കും. പക്ഷെ അവന് സ്ഥിരമായി വെച്ചേക്കാൻ പറ്റൂല.
നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ വിടുതൽ സംഭവിക്കും. ഇന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ തിരുവനന്തപുരം പട്ടണത്തിൽ ആധിപത്യങ്ങളെ പിശാച് അവകാശം പറയുന്നതിന് നീ പുറത്തിറങ്ങി പറ, ഈ ദേശത്തിന് എനിക്ക് കൈ താപ്പ, ഈ ദേശം നടന്നു പോകുമ്പോ പറ, നീ അടുത്ത് നടന്നതിന്റെ വീട്ടിന് അടുത്ത് പറ, ഈ ദേശം ഞാൻ പിടിച്ചെടുക്കും. നിന്റെ അടുത്തുള്ളവരൊക്കെ പിശാച് ഭൂതഗ്രസ്ത പിടിച്ച് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇരുട്ടിന്റെ അനുഭവത്തിൽ കിടക്കുന്നത് പറയുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവത്തോട് പറയുമെങ്കിൽ, ഒരു ദേശത്തെ രക്ഷിക്കുവാൻ യേശു വരും. ഇത് നമ്മളല്ല, ഞാനല്ല ചെയ്യുന്നത്, ഇന്നുടെ ദൈവദാസന്മാരല്ല, കർത്താവായ യേശു വരുന്നുണ്ട്. എന്റെ യേശു വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നഷ്ടങ്ങൾ, പന്നിയുടെ ഉടമസ്ഥന് നഷ്ടം, വലിയ നഷ്ടം വന്നു. പക്ഷേ ഉടമസ്ഥൻ നോക്കിയത് ഒന്നിന് ലക്ഷങ്ങളുടെ നഷ്ടം വന്നു. 2000 പന്നികളാണ് ചത്തെന്ന് പറയണമെങ്കിൽ അത് ലക്ഷങ്ങളുടെ, ചിലപ്പം കോടികളായിരിക്കാം. വലിയ നഷ്ടം വന്നാലും പക്ഷേ എൻ്റെ യേശുവിനൊരു വ്യക്തി ഭയങ്കര ലാഭമാണ്. ഒരു ദേശത്തിൻ്റെ സമാധാനക്കേടാണ് ഇന്നുമേൽ വിടുതൽ വന്നത്. ഒരു ദേശത്തിൻ്റെ സമാധാനക്കേട് മാറിയപ്പോൾ നാട്ടുകാരൊക്കെ നോക്കിയപ്പോൾ സുബോധമില്ലാത്തവർ സുബോധമായി മാന്യമായിട്ട് വസ്ത്രം ഉടുത്തിരിക്കുന്നു. ഇന്നലെ വരെ മാന്യമാറ്റി വസ്ത്രമില്ല എന്ന് പറയണമെങ്കിൽ നിനക്ക് സുബോധം നഷ്ടപ്പെട്ടു പോയി. തിരുവചനം വിളിച്ചത് വ്യക്തമായി പറയുന്നുണ്ട്, സുബോധമില്ലാത്തൊരു വസ്ത്രം നേരെ ഉടുക്കത്തില്ല, വസ്ത്രം പോലും ഉടുക്കത്തില്ല. സുബോധമുള്ളവർ നല്ല രീതിയിൽ വസ്ത്രം ഉടുക്കും. നിങ്ങൾ വിമർശിച്ചാലും കൊള്ളാം, വിമർശിച്ചില്ലും കൊള്ളാം, തെറ്റ് പറഞ്ഞാലും കൊള്ളാം, ആരുമായിക്കോട്ടെ ബൈബിൾ പറയുന്ന എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സുബോധമുണ്ടെങ്കിൽ ഇറങ്ങുന്ന മുമ്പ് വസ്ത്രമെല്ലാം ക്ലിയർ തന്നെ നോക്കിയോളൂ. അല്ല നാട്ടുകാർ പറഞ്ഞ് ചിരിച്ച ശേഷം കൊള്ളാന്ന് ചിരിക്കുമ്പോൾ പറഞ്ഞ് വീട്ടിൽ വന്നല്ല നോക്കിയാണ്, തിരിച്ചു പോയിട്ട് വന്നല്ല, ഇറങ്ങുന്ന മുമ്പേ ക്ലിയർ ആയിട്ട് മാത്രമേ എത്ര ധൃതി ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ഇറങ്ങാവൂ. ഹല്ലേലൂയ. വസ്ത്രത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. നീ വസ്ത്രമില്ലാതെ പോയാൽ നിന്റെ ദേശത്തിന്റെ മേൽ പിശാചിന്റെ പദ്ധതിയാണ് വസ്ത്രം മാറ്റിക്കളയുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രത്തെ പറിച്ചു മാറ്റുന്ന പദ്ധതി ആരുടെ പദ്ധതിയാണ്? പിശാചിന്റെ പദ്ധതിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ വസ്ത്രത്തെ വലിച്ചു ഊരിക്കൊണ്ടുപോകുന്ന പദ്ധതി ആരുടെ പദ്ധതിയാ? പിശാചിന്റെ പദ്ധതിയാണ്. നിങ്ങൾ മാന്യമാറ്റി വസ്ത്രം ഉടുത്തിരുന്നാൽ അതിനെ വലിച്ചു ഊരിക്കൊണ്ടുപോകും, നല്ലപോലെ ആരാധിച്ചില്ലെങ്കിൽ. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ വസ്ത്രത്തെ ഊരിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നിന്ന് നേരെ നിന്നില്ലെങ്കിൽ ഊരിക്കൊണ്ടു പോകും. ഒന്ന് ചിന്തിച്ചു നോക്ക്, നിൽക്കണം നിപ്പ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നീ പിശാച് അല്ലെ ഭൂതം വലിച്ചൂരിക്കൊണ്ടുപോയ വസ്ത്രത്തെ ദൈവം മടക്കി തന്നത് കണ്ടപ്പോ ആ ദേശത്തിലുള്ള ജനം പറഞ്ഞു, അവരെ അതിശയപ്പെട്ടു. നിങ്ങൾ അതിശയപ്പെടാൻ പോകുകയാണ്. ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇന്നലെ വരെ കാണാത്തൊരു കാഴ്ച പാട്ടത്തിൽ കാണുന്നു. അവന് സുബോധം വന്നു. യേശു ആമേ സുബോധം വന്നു. എന്നാൽ വസ്ത്രം ധരിച്ചു അവന് സുബോധം കൊണ്ടിരിക്കുന്നത് കണ്ടു, ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചത് പന്നിയുടെ കാര്യവും അവനോട് അറിയിച്ചു. അപ്പോൾ അവനോട് ഞങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവർ പടക് കയറി എന്ന് വെച്ചാൽ ഈ അതിര് വിട്ട് ഗദരദേശം വിട്ടു പോകണമെന്ന് ആ ദേശം മുഴുവനും പറഞ്ഞു. ഈ ഇനി യേശുവിടെ നിന്ന് കഴിഞ്ഞാൽ 2000 പന്നിയല്ല 2 ലക്ഷം പന്നി ചാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 2000 പന്നിയെ ചത്തതുള്ളൂ. അതുകൊണ്ട് നാട്ടുകാർ എല്ലാവരും പന്നിയുടെ ഉടമസ്ഥരൊക്കെ പറഞ്ഞു, യേശുവേ ഈ അതിര് വിട്ട് പോകണം. അതുകൊണ്ട് ഇവിടെ പറയാ, യേശുവേ ഈ അതിരൊന്ന് വിട്ടുപോ, ഈ അതിർത്തി വിട്ടുപോ. യേശു നിന്ന് പല പന്നികളും ഈ ചാവാനുണ്ട്. ഇപ്പൊ 2000 പന്നിയെ ചത്തതുള്ളൂ. ചില പന്നികൾ വേറെ ഉണ്ട്. ആ ദേശത്ത് 2000 പന്നിയല്ല, അത് ഒരാളെ വകയായിരുന്നു. ഇതുപോലെ പലവർക്കും 2000 10,000 പന്നികളുണ്ട്. പക്ഷെ ഇനി അവിടുത്തെ പന്നികൾ ചത്തു കഴിഞ്ഞാൽ ഇനി നഷ്ടം വലുതായിരിക്കും. ഇപ്പൊ 2000 പന്നികളൊന്ന് തീർന്നപ്പോ അപ്പൊ ഇനിയൊരു നഷ്ടം. ഹല്ലേലൂയ. അവര് പൗദ്യത്തിലെ നഷ്ടം നോക്കിയപ്പോ പക്ഷെ യേശു നോക്കിയത് ആത്മീയമായ ഒരു ലാഭത്തെയാണ്. ചില നഷ്ടങ്ങൾ, മൃഗജന്തുക്കള് ചത്തൊടുങ്ങുമ്പോ നീ ഒരിക്കലും ദുഃഖിക്കരുത്, നിന്റെ കുടുംബത്തെ രക്ഷിക്കണം. ആവർത്തിച്ച് വീണ്ടും പറയുകയാണ്, എന്തെങ്കിലും നഷ്ടമോ പരാജയങ്ങളോ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് മഹത്വം. എന്തെങ്കിലും നഷ്ടം വരുമ്പോ ദൈവം നിന്നെ രക്ഷിക്കുന്നതാണ്.
എന്നാൽ അതിർ വിട്ടുപോകുവാൻ ദൈവം അപേക്ഷിച്ചു. അവനോട് ഞങ്ങൾ അതിര് വിട്ടുപോകണം, വിട്ടുപോകാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് കയറുമ്പോൾ, അടുത്ത് ഈ അപേക്ഷയുടെ യേശു അടുത്ത് പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനെ ബാധിച്ചവൻ തന്നോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. നോക്കിക്കോളണം, യേശു അതിര് വിട്ടുപോകാൻ അപേക്ഷിച്ചു. യേശു പടവിലോട്ട് കയറിയ സമയത്ത് സുബോധം പ്രാപിച്ചവൻ, ഭൂതഗ്രസ്തനുള്ളവൻ, ഇപ്പൊ ഭൂതമില്ല, ഭൂതം മാറി വസ്ത്രമുടുത്തിട്ട് യേശു പോണ സമയത്ത് ചോദിച്ചു, യേശുവേ ഞാനും നിന്റെ കൂടെ വരട്ടെ, യേശുവേ നിന്റെ കൂടെ ഞാനും വരട്ടോ, യേശുവേ ഞാനും നിന്റെ കൂടെ വരട്ടോ. അപ്പൊ ഇതിനകത്ത് എന്താ വെച്ചാൽ ഭൂതം പിടിച്ചവരാരും യേശുവിൻ്റെ അടുത്ത് പോവില്ല. ഭൂതം പിടിച്ചതൊന്നും പോവോ? ഭൂതം ഉള്ളപ്പോൾ യേശുവിൻ്റെ അടുത്ത് വരാന്ന് പറഞ്ഞാ നിലവിളിച്ചില്ലയോ? ഭൂതം മാറിയപ്പോ ഈ വ്യക്തി പറയുന്നു, യേശുവേ ഞാൻ നിന്റെ കൂടെ ഒന്ന് വരട്ടോ. ഇനി നിന്റെ കൂടെ ഒന്ന് വരാനുള്ള ആഗ്രഹം നമുക്ക് പിശാച് ബുദ്ധിമണ്ഡലത്തിൽ കയറി സാത്താൻ പണിയുമ്പോൾ ദൈവഭാഗത്തേക്ക് വിടത്തില്ല. മനസ്സിലായി? ആ ചിന്ത പറഞ്ഞാൽ അവന് എപ്പോഴും നെഗറ്റീവ് പോസിറ്റീവ് ചിന്തിക്കൂ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കൂ, നെഗറ്റീവായിട്ട് ചിന്തിക്കൂ. ദൈവം പറയുന്നതിനെ തിരിച്ച് വചനം പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ്. തർക്കങ്ങളും വാദങ്ങളും നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണ്, നമ്മുടേതാണ് ഇങ്ങനെ, അവിടത്താണ് ഇങ്ങനെ പറയുന്നു. പക്ഷെ ഇതിനകത്ത് എന്തുണ്ട്? ഭൂതമുണ്ട്. ഭൂതം മാറിയ സമയത്ത് ഒന്നും ചോദിച്ചില്ല, യേശുവിൻ്റെ കൂടെ ഒന്ന് വരട്ടെ എന്നേ ചോദിച്ചോളൂ. ഇന്ന് ഹല്ലേലൂയ പറയണം, യേശുവിൻ്റെ കൂടെ ഒന്ന് വരുവാൻ. പക്ഷെ യേശുവിനോട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശുവിന് പോരാണെന്നും പറഞ്ഞില്ല. എല്ലാവർക്കും അനുവാദം ഇല്ല. അവസാന ഘട്ടം ഞാനും വരട്ടെ എന്ന് വെച്ചാൽ എല്ലാവരെയും കൊണ്ടുപോകത്തുമില്ല. ഈ വചനം കേൾക്കുക ഇപ്പോഴേ പറഞ്ഞാൽ അപ്പോഴേ കൊണ്ടുപോവാം. ഇനി അവസാന ഘട്ടങ്ങളിൽ കർത്താവ് വന്ന് ഇനി വെളിപ്പാടിലേക്ക് ഒന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ യേശുവേ ഞാനും വരുന്നുണ്ട് അപ്പാ, ഇന്ന് തന്നെ എല്ലാം നടക്കും എന്ന് പറഞ്ഞ മേലാൽ ഇന്ന് എൻ്റെ കൂടെ അല്ല വരേണ്ടത്, ഞാൻ പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ യേശു കൂടെ കൂട്ടിയോ? ഇല്ല. അടുത്തെന്താ പറഞ്ഞത്? വായിച്ചോ. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും തെക്കേപ്പൊലി നാട്ടിൽ എവിടെയാ? തെക്കേപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. 10 പട്ടണത്തിൽ യേശു ചെയ്ത അത്ഭുതത്തെ അവൻ ഒരു പട്ടണത്തല്ല, തെക്കേപ്പൊലി നാട്ടിലെ 10 പട്ടണത്തിൽ യേശു ഒരു കരുണ കാണിച്ചു. യേശുവിന് നിന്നെ കൊണ്ട് സുവിശേഷം പറയാൻ ദൈവം ഒരു അത്ഭുതം ചെയ്താൽ നീ ഒരു ദേശത്തല്ല 10 പട്ടണം, അതാണ് തെക്കേപ്പൊലി നാട്ടിൽ ചെന്ന് നീ അവിടെ എല്ലാം ചെന്ന് പറയണം. ആദ്യം നിന്റെ വീട്ടുകാരുടെ പറയണം യേശു ഒരു അത്ഭുതം ചെയ്താൽ, നിന്റെ വീട്ടുകാരുടെ ബന്ധുക്കളുടെ പറയണം യേശു ഒരു അത്ഭുതം ചെയ്തു. മറച്ചു വയ്ക്കരുത്. ചിലർ ചെന്ന് സ്നാനപ്പെട്ടിട്ട് വീട്ടിൽ പറയൂല, ഒളിച്ചു വയ്ക്കും. വീട്ടുകാരെ ഭർത്താവ് പോലും അറിയൂല. ഹല്ലേലൂയ. ഇപ്പം എല്ലാം ഒരുമാതിരി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാ രഹസ്യത്തിൽ നിന്ന് സ്നാനം നടക്കും. മാനസാന്തരം എന്നിട്ട് സ്നാനപ്പെട്ടോ, ഹേയ് നിങ്ങൾ അവിടെ വെച്ച് കണ്ടല്ലോ, ഉണ്ടായിരുന്നു, ഇവിടെ വെച്ചുണ്ടായിരുന്നു. ഒളിച്ചു വയ്ക്കരുത്. ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്താൽ, നിനക്കൊരു വിടുതൽ തന്നു കഴിഞ്ഞാൽ ആദ്യം നിന്റെ വീട്ടുകാരുടെ ധൈര്യമായിട്ട് പറയണം. ഇന്ന് പ്രാപിച്ചോളണം. ധൈര്യമായിട്ട് ആൾക്ക് പറയണം. വീട്ടുകാരെടുത്ത്, നിന്റെ നാട്ടുകാരെടുത്ത്, നിന്റെ ബന്ധുക്കളടുത്ത്, ചേർച്ചക്കാരടുത്ത് നീ പറയണം. കുഞ്ഞ് സാക്ഷി പറയണം. സാക്ഷി പറയാതിരിക്കരുത്. എന്നിട്ട് അവിടെയും തീരുന്നില്ല. കർത്താവ് പറഞ്ഞു അവിടെയും തീരുന്നില്ല. നീ തെക്കേപ്പൊലി നാട്ടിൽ പോകണം, 10 പട്ടണങ്ങളിൽ പോകണം. അവിടെ ചെന്ന് യേശു ചെയ്തത് സുവിശേഷം വിളിച്ച് പറയണം. ദൈവം അയക്കുന്നിടത്ത്, ദൈവം ഏത് ദേശത്ത് അയക്കുമോ എന്നെ ഒന്ന് പോകുവാൻ. ഇന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുക, കർത്താവേ നീ ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ പോകും. ഒരു സാക്ഷിയായി പറയുക, ദൈവത്തിന്റെ സാക്ഷിയെ തീരുക. ചിലർക്ക് ദൈവം ആമേ ദൈവം അയക്കുകയാണ്. ദൈവം അയക്കും.
ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറച്ചു വയ്ക്കരുത്. ദൈവം കരുണ കാണിക്കും, നിന്നോട് കരുണ കാണിക്കും. നിങ്ങൾ രക്ഷപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയണം. നിങ്ങൾ രക്ഷപ്പെടാൻ കാരണം എന്താണ്? നിങ്ങൾ അവസ്ഥ പണ്ടത്തെ അവസ്ഥയിൽ നിന്നും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വരാൻ ധൈര്യമായിട്ട് വേണം. ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്, യേശുവിനെ സ്വീകരിച്ചത് കൊണ്ടാണ്. ആ ധൈര്യമായിട്ട് പറയണം കുഞ്ഞ്. നിന്റെ അവസ്ഥയിൽ നിന്ന് മാറി വരുമ്പോ നീ മാറി വരണോ, എൻ്റെ യേശുവിൻ്റെ അത്ഭുതം ചെന്ന് ധൈര്യമായിട്ട് പറയണം. നീ യേശുവിനെ മറച്ചു വെക്കരുത്, യേശുവിനെ മറച്ചു പിടിക്കരുത്. യേശുവിന്റെ ഉപകാരങ്ങളെ ആമേൻ ആമേൻ ആത്മാർത്ഥമായിട്ട് പറയണം. അത് ആരുടെ മുമ്പിൽ പറയാനുള്ളൊരു കൃപ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന ഉപകാര കരുണ, ദൈവത്തിന്റെ കരുണ. വസ്ത്രമില്ലാത്ത വസ്ത്രം ഉടുപ്പിച്ചു, മുറിവേറ്റവന്റെ മുറിവ് മാറ്റി. 1 2 ഭൂതമല്ല, 2000 ഭൂതം പിടിച്ചതിനെ ഒഴിപ്പിച്ചത്. ഹല്ലേലൂയ. വലിയൊരു നഷ്ടം മറ്റൊരു വ്യക്തിക്ക് കൊടുത്താതെ രക്ഷിച്ചതല്ലേ? നിന്റെ അടുത്തുള്ള വലിയൊരു വ്യക്തിക്ക്, ഒരു പന്നിയുള്ള പന്നി ഉടമസ്ഥന്, ഒരു വലിയൊരു പണക്കാരനൊരു പണി കൊടുത്തു അല്ലേ? അവിടെ അങ്ങോട്ട് പന്നീരെ കൂട്ടത്തിൽ വിട്ടിട്ടാ നിന്നെ രക്ഷിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് വലിയ നഷ്ടം വന്നാലും ദൈവത്തിന് വലിയ ലാഭമാണ്. ഹല്ലേലൂയ. ചിലത് നഷ്ടമാണെങ്കിലോ, ഭൗതികത്തിൽ നഷ്ടമാണെങ്കിലോ ആത്മീയത്തിൽ ലാഭമാണ്. ഒന്നും മറച്ചു വെക്കരുത്. കൂട്ടകൂടില്ല. നീ പോണം. ഇവൻ വാർത്തയായി ദേശത്തിന്റെ മേൽ നീ ഒരു വാർത്തയായി തീരണം. നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോ നീ ഒരു ദേശത്തിന്റെ വാർത്തയായി തീരണം. ഹല്ലേലൂയ. സുവിശേഷം പകരണം. ഹല്ലേലൂയ. സുവിശേഷം എല്ലായിടവും പകരണം, പടർന്ന് പന്തലിക്കണം. ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ നീ പറയണോ, യേശുവാണ് ചെയ്തത്, യേശുവാണ് വിടുവിച്ചത്, യേശുവാണ് അത്ഭുതം തന്നത്. നിങ്ങൾക്കൊരു നന്മ കിട്ടുമ്പോൾ, ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതുമായിക്കോട്ടെ ധൈര്യമായിട്ട് പറയണം. മറച്ചു വയ്ക്കുക. കർത്താവ് പറഞ്ഞു, നീ ചെന്ന് പറ. അനുഗ്രഹങ്ങൾ അതാ ചാനലിലൂടെയൊക്കെ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടന്നു, വിടുതൽ നടന്നു. കഴിഞ്ഞ ആഴ്ച രോഗി ഇതിനകത്തൊരു കുനിഞ്ഞു എത്ര വർഷം കൊണ്ട് വിടുതലായി. ഇതെങ്ങനെ പറയണം. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറച്ചു വയ്ക്കരുത്. അത് സുവിശേഷം വ്യാപരിക്കണം. നീ മറച്ചു പിടിച്ചാൽ ദൈവം നിന്നെ മറച്ചു പിടിക്കും. ഹല്ലേലൂയ. ഒളിച്ചു വെക്കേണ്ട സാധനമല്ല. ദൈവം ചെയ്യുന്ന വിടുതലുകള് പരസ്യമായിട്ട് പറയാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ബൈബിൾ അങ്ങനെ മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ടു. കാര്യം എന്താണ്? ഇന്നലെവരെയും വസ്ത്രമില്ലാത്തവൻ, ഇന്നലെ വരെയും നിലവിളിക്കുന്നവൻ, ഇന്നലെ വരെ ഭൂതമുള്ളവൻ സുബോധം വന്നത് കണ്ട് അവൻ സുവിശേഷം പറഞ്ഞു തുടങ്ങി. യേശുവിനെ കുറിച്ചാ പറഞ്ഞത്, വേറെ ആരെയും കുറിച്ചല്ല. ഒരു അത്ഭുതം ചെയ്യുമെന്ന് യേശുവിനെ കുറിച്ച് പറയണം. ചിലപ്പോൾ ദൈവം നിന്നെ ഇവിടെ പല ഭവനത്തിനകത്തായിരിക്കും. അല്ല, അവിടെ ചെന്ന് അവരെ കൂടെ ചെന്നിരുന്നുകൊണ്ട് ഞം നടിച്ചുകൊണ്ടിരിക്കരുത്. നമുക്കിന്ന് പോണ്ട, നമുക്കിവിടെ ഇരുന്ന് ഓൺലൈൻ ഇരിക്കാം എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണ്. ഹല്ലേലൂയ. വെളിപ്പാട് കിട്ടിയവൻ ആത്മഭാരമുള്ളവ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ഭൂതം മറ്റൊരു ഭൂതത്തിനോട് കൂട്ടുപിടിക്കരുത്. ഒരു ഭൂതം മറ്റൊരു ഭൂതത്തിനോട് കൂട്ടുപിടിക്കരുത്. ഭൂതവും കൂടെ കൂട്ടുപിടിച്ച വലിയ ഭൂതമായി തീരും, പെരുംഭൂതമായി തീരും. കൈ കൊടുത്ത് പറ, എനിക്കതില്ലാത്തതിനായി സ്തോത്രം. അടുത്തിരിക്കുന്നവർ കൈ പിടിച്ച് പറ, അഭിഷേകം ചരിക്കട്ടെ. തിരുവത്താഴത്തിലോട്ട് വരാൻ പോവുകയാണ്, തിരുവത്താഴത്തിലോട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. തിരുവത്താഴത്തിൽ വരികയാണ്. നിങ്ങൾ ആരാധിക്കുന്ന കുടുംബത്തിനകത്ത് വിടുതൽ സംഭവിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പട്ടണത്തിൽ വിടുതൽ സംഭവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആത്മഭാരത്തോടെ നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി. കർത്താവേ, എന്നെ ഒന്ന് സ്വതന്ത്രനാക്കണമേ. ഈ വർഷത്തെ അനുഗ്രഹം കളയരുത്. ഈ വർഷത്തെ അനുഗ്രഹം കൊള്ളയാണ്, വാഗ്ദത്തം കൊള്ളയാണ്. ഭൂതം മാറിയാലേ കൊള്ള പിടിക്കാൻ പറ്റൂ. ഭൂതം മാറിയാലേ കൊള്ള പിടിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അത്ഭുതം എൻ യേശുവിൻ നാമം. ഭൂതങ്ങൾ വീട്ടോടാൻ പോകും, ബാധയും നീടുമേ. ഭൂതങ്ങൾ വീട്ടോടാൻ പോകും, ശ്വസിക്കും. അത്ഭുതം യേശുവിൻ നാമം. കരമടിച്ച് ചില ആഴ്ചകൾ കൊണ്ട്
ഈ ആത്മാവിനെ ആത്മഹത്യക്ക് വേണ്ടി ഒരുക്കി. മരിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലേ? മരിക്കാൻ വേണ്ടി ശ്രമിച്ച ആത്മഹത്യ ഈ 2-3 ആഴ്ചക്കകത്ത് 10-ാം മാസം വെച്ച് മരിക്കുവാൻ. പറയട്ടെ, പറ, നീ മരിക്കാൻ ശ്രമിച്ച? ഈ 10-ാം മാസം മരിക്കാൻ ശ്രമിച്ച? എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ഈ 10-ാം മാസം 4 പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി ഈ ലളിത എന്ന സിസ്റ്ററിന് 10-ാം മാസത്തിൽ ആത്മഹത്യ ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമല്ല, ഏതാണ്ട് 10-ാം മാസത്തിൽ സംഭവിച്ചതാ. ഇത് 11-ാം മാസം. 4 പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമെന്ന് സഭയ്ക്കൊരു ദുഃഖം വരുത്തുവാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ സഭയ്ക്ക് ഒരു വലിയൊരു ദുഃഖം വരുത്തുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തിയാ. ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തിയാ. ദൈവ സ്നേഹത്തിൽ നിന്ന് പറിച്ചു മാറ്റി, അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് പറിച്ചു മാറ്റി. കഴിഞ്ഞ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കയറി വന്നു. നീ വന്നതല്ല മോളെ, ദൈവം നിന്നെ കൊണ്ടുവന്നതാ. 4 ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറഞ്ഞു. ഈ 4 ആത്മഹത്യയുടെ രീതി ഒന്ന് പറ. എന്റെ വീട് എല്ലാം പോയി, പൊളിച്ചു പോയി. എന്റെ മോന്റെ വീട്ടിലാണ് ഞാൻ ദിവസം 3 മാസം കൊണ്ട് പോവാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്തമ്മ നിങ്ങൾ ഇറങ്ങി പോയത്? ഞാൻ പറഞ്ഞു, മക്കളെ എന്റെ വീടെല്ലാം പോയി, ചാനലിന്റെ അകത്തെല്ലാം വിഴുന്ന് കിടന്ന് വീടിടിച്ച് ചാനൽ കളഞ്ഞു പിശാച്. എന്റെ മോളെ വീട്ടില് 5-6 ദിവസം നിന്ന് എന്റെ മരുമ്പോ വഴക്ക് ഇട്ട് ഞാൻ അങ്ങനെ എന്റെ മോന്റെ വീട്ടിൽ പോയി. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. ഇരുട്ട് വാക്കിന് ഞാൻ 3-4 പ്രാവശ്യം എന്റെ വീട്ടിൽ ചെന്ന് ഞാൻ തൂങ്ങാൻ കയറെടുത്തത്. വീട്ടിനകത്ത് 3-4 തൂങ്ങാൻ കയറെടുത്തെന്ന് ചാലരുമ്പേ പോയ ഒരാള് എന്നെ കണ്ടുപിടിച്ച്. ദൈവമക്കൾ ഇന്ന് വിടുതലെന്ന് പറയാൻ ഒന്നല്ല, തൂങ്ങാൻ കയറെടുത്തു. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം 10-ാം മാസത്തിൽ കയറെടുത്തു. അത് ഇരുട്ടത്ത് രാത്രിയുടെ സമയം, ആരുമില്ലാത്ത സമയത്ത് 4 പ്രാവശ്യം പറയുമ്പോ ചില വിടുതൽ ഇവിടെ മാത്രമല്ല ചാനലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചാനൽ കേൾക്കുന്നവർക്ക് വിടുതൽ സംഭവിക്കാം. എന്റെ മോളടുത്ത് ചെന്ന് പറഞ്ഞു, എന്റെ ചെറുകുട്ടികള് 2 ഓടി വന്ന്, അമ്മമ്മ നിങ്ങൾ ഒന്നിനും ചെയ്യണ്ട, കയറെടുത്തോണ്ട് ഓടി. ആള് ചെന്ന് കണ്ടുപിടിച്ചാണ് മോളടുത്ത് ചെന്ന് പറഞ്ഞു. ഓടുന്നത് കണ്ട് വേറെ ആള് കണ്ടുപിടിച്ച് മോൾ അറിയിച്ചു. അങ്ങനെ ഓടി വന്ന് എന്റെ 2 ചെറുകുട്ടികൾ എന്റെ മോള് ഓടി വന്ന്, അമ്മ ഒന്നും ചെയ്യരുത് അമ്മ, നിങ്ങൾക്ക് കേൾക്കുമ്പോ തന്നെ എന്റെ വീടുണ്ടല്ലോ അമ്മ, നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നു. ഒരിടവും പോണ്ട, സ്വന്തം കുടുംബത്തിനത് അടിച്ച് പുറത്താക്കിയാണ്. ഒരാത്മഹത്യ നിന്നും ഇതാ ഒരു ദേശത്ത്, ഗദർ ദേശത്ത് ഒരു നിലവിളി മുഴങ്ങിയത്. നിന്റെ കണ്ണുനീര് ദേശം വിടുവിക്കുന്നുണ്ട്. ദൈവ പൈതലെ ഞാൻ ചോദിക്കട്ടെ, ഈ സഭയിൽ നിന്നും ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാ. ഇതിനൊരു മരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കരഞ്ഞാൽ തീരുവോ? നമ്മൾ ചിന്തിക്കേ, നമ്മുടെ സഭയ്ക്ക് താങ്ങൂല. നമ്മുടെ സഭയ്ക്ക് താങ്ങൂല. ഇത് കാരണം എന്താണെന്നറിയുമോ? ഇത് ദൈവത്തിന് വിലയുള്ളൊരു സാധനമാണ്. ഇത് ദൈവത്തിന് വിലയുള്ള സാധനം, ചെറുതല്ല. ഒരാത്മാവ് സകലം നേടിയ ഒരാത്മാവെന്ന് പറയുന്നത് സകല ലോകത്തെക്കാട്ടി വലുതാണ്. സകലത്തിനെക്കാട്ടി വലുതാണ് ഒരാത്മാവ്. ഈ ഒരാത്മാവിനെ രക്ഷിക്കുവാനാ എന്റെ യേശു ഗദർ ദേശത്ത് വന്നത്. ഒരാത്മാവിനെ രക്ഷിക്കുവാനാ. ഇത് പറയുമ്പോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിടുതൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് രക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 4 ആത്മഹത്യ കയറെടുത്തുകൊണ്ട് ഈ 10-ാം മാസം കഴിഞ്ഞ ഇന്ന് 3 ആയതേ ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് ഇടയ്ക്ക് 2 ആരാധനകൾ ബ്രേക്ക് വന്നു. സഭാരാധന പിന്മാറി. എനിക്കറിയാം, എവിടെയോ സഭാരാധന പിന്മാറുമ്പോൾ പിശാച് ആരെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സഭാരാധന മുടങ്ങുന്നുണ്ട്. ആലയത്തിന്റെ കാര്യത്തെ പിന്മാറുന്നുണ്ട്. കിച്ചണിൽ നിന്ന് പിന്മാറുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നില്ല. ഇവിടെ ഭക്ഷണം നടന്നിട്ട് പോലും
ആഹാരം കഴിക്കാൻ പോലും പിശാച് താമസിക്കുന്നില്ല. പക്ഷെ ലളിതയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, കഴിക്കണമായിരുന്നല്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹം. ഇവിടെ എനിക്ക് മുകളിലോട്ട് കയറാൻ എനിക്ക് സാധിക്കുന്നില്ല. മുകളിലോട്ട് സാധിക്കാൻ പറ്റണില്ല. ഇതിന്റെ മുകളിലോട്ട് തിന്നാൻ വിടുന്നില്ല പിശാചി. ഹല്ലേലൂയ. ഇന്നത്തെ ഒരു ദൈവ പ്രവൃത്തി എന്ന് പറയണത് ചെറിയ കാര്യമല്ല. കർത്താവേ, ഈ വ്യക്തിയെ നിന്റെ മകളാണ്, നീ വീണ്ടെടുത്തതാണ്. യേശുവിന്റെ രക്തം നിന്റെ തലയിൽ വീഴുമ്പോൾ നിന്റെ മേൽ പതിയിരിക്കുന്ന ദുരാത്മാവിന്റെ ശക്തികൾ വിട്ടുപോ. ഒരു മനുഷ്യന്റെ നിലവിളി ഗദനദേശത്ത് മുഴങ്ങിയത് ഒരു ദേശത്തിന്റെ സമാധാനക്കേട് വന്നത് മാത്രമല്ല, ഒരാത്മാവിനെ രക്ഷിക്കുവാനാണ്. ഒരാത്മാവിനെ രക്ഷിച്ചാൽ തെക്കേപ്പുലി നാട്ടിൽ 10 പട്ടണത്തിൽ സാക്ഷിയായി തീരും. 10 പട്ടണത്തിൽ ദൈവത്തിന്റെ മഹത്വം ഉയരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തുനിന്നും ഇന്ന് ഒരു ലളിതയല്ല, പല വ്യക്തികൾ, എനിക്ക് പേര് പറയാനൊക്കെ അറിയാം, ഞാൻ ഇത് പറയുന്നില്ല. ചിലർ ആത്മഹത്യ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. ചിലർ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. ഇതിനകത്ത് ചിലരുണ്ട്, ഞങ്ങളെ പേര് വിളിക്കുമോ? ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് പതിയിരിക്കുന്ന ചില വ്യക്തികൾ ആത്മഹത്യക്ക് വേണ്ടി പലരും ശ്രമിച്ചതാ. പലരും ശ്രമിച്ചവരാ. യേശു നിന്നെ രക്ഷിച്ചു. യേശു നിന്നെ രക്ഷിച്ചു. യേശുവിനെ സ്നേഹിക്കണം. നിങ്ങൾ യേശുവിനെ മാത്രമേ സ്നേഹിക്കാവൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കണം? യേശുവിനെ സ്നേഹിച്ച ഈ സ്നേഹം നിന്നെ വാരി പുണരും. ഈ യേശു നിന്നെ കെട്ടിപ്പിടിക്കും. യേശു നിന്നെ ഉപേക്ഷിക്കില്ല. നീ യേശുവിനെ സ്നേഹിക്കണം. ചിലർ രോഗങ്ങൾ കൊണ്ടിട്ട്, ഞാൻ ചിലർക്ക് പറഞ്ഞു, രോഗമിട്ട് നിന്റെ ശരീരത്തെ അവകാശമാക്കുന്നു പിശാച്. ചിലർക്ക് രോഗമല്ല, ഭൂതങ്ങൾ ബാധിച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, ബ്ലഡ് ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അതിൻ്റെ മേൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഇന്ന് ഒന്നല്ല, ഒരുപാട് വിടുതലുകൾ ഇന്ന് ചാനലിലൂടെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എൻ്റെ യേശുവിന് കഴിയാത്ത കാര്യമൊന്നുമില്ല. യേശുവിനെ കണ്ടപ്പനെ നിലവിളിച്ചു, നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കുക എന്തിനു വന്നു? എൻ്റെ യേശു വന്നതല്ല, വരുത്തുക. വരേണ്ടി വന്നാൽ വരും. യേശുവിന് വരേണ്ടി വന്നാൽ വന്നിരിക്കും. പക്ഷെ വന്നിട്ട് നിന്റെ മുമ്പിൽ അടിയറ പറയത്തില്ല. അവിടെ ഒരു വിടുതൽ സംഭവിച്ചിട്ടേ പോകത്തുള്ളൂ. യേശു വന്നാൽ ഒരു മോചനം തരും. ഹല്ലേലൂയ. ഈ വചനം ഇന്ന് വലിയൊരു വിടുതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്നു, യേശു തനിക്ക് ചെയ്തൊക്കെയും തെക്കേപ്പുലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എല്ലാവരും ഈ വർത്തമാനം കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ട? ഞാൻ ആശ്ചര്യപ്പെട്ടു. ലളിത 4 പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു. ഞാൻ കണ്ണ് തള്ളിപ്പോയി. എനിക്ക് തന്ന ആടുകളാണ്, ഇതെൻ്റെ ആടുകളാണ്. ഞാൻ ആശ്ചര്യപ്പെട്ടു. പക്ഷെ എൻ്റെ യാത്രയിൽ ദൈവാത്മ പറഞ്ഞു, ഇന്നെ വിളി. എന്തോ ഒരു അനർത്ഥങ്ങൾ. ശത്രു കൂട്ടത്തിൽ നിന്ന് തെറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഒരാളെ തെറ്റിക്കുമ്പോൾ അവരെ ഒതുക്കി തട്ടി കൊണ്ടുപോകും. ദൈവമക്കളെ, വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒന്നിന് പിന്മാറ്റം വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു അനർത്ഥത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. അതുകൊണ്ടാണ് ഇടയനുള്ളപ്പോൾ ആടുകളെ പിടിക്കാൻ പറ്റില്ല. ഇടയനെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആടുകളെ പിടിക്കാൻ പറ്റും. കൂട്ടാദ്യം തെറ്റിക്കും, ചിതറിപ്പിക്കും. ഒരു ചെന്നായി വന്ന് ആടുകളെ പിടിക്കാൻ വന്നാൽ കൂട്ടത്തോടെ പിടിക്കാൻ പറ്റുമോ? എല്ലാം കൂടെ ഇല്ല. പക്ഷെ ഒറ്റപ്പെടുത്തും, കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും. ചിലതിനെ കൂട്ടത്തിൽ ഒറ്റപ്പെടുത്തും. നിന്റെ കൂട്ടായ്മ ചില ഒറ്റപ്പെടുത്തും. ചിലത് വേണ്ടാത്ത ചെവി പറഞ്ഞു തരുമ്പോൾ പറയണം, എൻ്റെ മരണത്തിനത് കാരണമാകും, വിട്ടുകൊടുക്കരുത്. ചില കുറ്റങ്ങളും പലതും പറയുമ്പോൾ അത് നിൻ്റെ പരാജയമാണ്, പറയുന്നവരുടെ പരാജയമല്ല, കേൾക്കുന്നവരുടെ പരാജയമാണ്. അവിടെ പിടികൊടുക്കരുത്. എനിക്കറിയാം എൻ്റെ ദൈവത്തെ, എന്നെ നടത്തുന്ന എൻ്റെ ദൈവദാസൻ എനിക്കറിയാം, എൻ്റെ സഭ എനിക്കറിയാം.
എൻ്റെ യേശുവിനെ എനിക്കറിയാം. നിന്നെ ഒറ്റപ്പെടുത്തുവാൻ ചില ദുരുപയോഗങ്ങൾ കടത്തിവിടും. ആവശ്യമില്ലാത്തത് ചെവിയിൽ കടത്തിവിടുമ്പോൾ അതാണ് ഭൂതത്തിൻ്റെ പദ്ധതി. ഇതാരെ പദ്ധതിയാ? ഭൂതത്തിൻ്റെ പദ്ധതി. നിന്നെ കൂട്ടം തെറ്റിക്കുവാൻ ഭൂതം പറഞ്ഞു തരും. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പല രീതിയിലും ഞാൻ പറയുന്നില്ല. നിങ്ങളെ തകർക്കാനാണ് കൂട്ടം തന്നെ. സഭാരാധന മുടങ്ങുന്നു, കൂട്ടായ്മയായിട്ട് ബന്ധമില്ല, പാസ്റ്ററിനെ വിളിക്കുന്നില്ല. ഒരു ആത്മാർത്ഥമായൊരു വിശ്വാസിയാണെങ്കിൽ, ഒരു ദൈവത്തെ ശരിക്കും രുചിച്ചറിഞ്ഞ വ്യക്തിയാണെങ്കിൽ ഒരു ഞായറാഴ്ച എന്തെങ്കിലും വരാൻ പറ്റിയില്ല കൃത്യമായിട്ട് അറിയിക്കുമോ? അറിയിക്കും. ഞായറാഴ്ച കൃത്യമായിട്ട് ഇന്ന് കയറി പലരും അറിയിച്ചു. പക്ഷെ ഇന്ന പ്രശ്നമുണ്ട്. സ്നേഹമുള്ള ആടുകൾ അങ്ങനെയാണ്. സ്നേഹമുള്ള ആടുകൾ കൃത്യമായിട്ട് പറയും, എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടാണ്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, വരാൻ പറ്റിയില്ല. പക്ഷെ അറിയിക്കാത്ത 95% ഉണ്ട്. വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്, വിളിച്ചാലെന്ത്, വിളിച്ചില്ലെന്ത്. പക്ഷെ നമുക്കല്ല നഷ്ടം, നിൻ്റെ ആ നഷ്ടം നിങ്ങൾക്കാണ് സംഭവിക്കുന്നത്. പക്ഷെ നിൻ്റെ വിഷയം ഇവിടെ പറഞ്ഞാൽ ഭാഷ പ്രാർത്ഥിക്കും. നീ ഇപ്പോൾ വേദനയുടെ നടുവിലാണ് കിടക്കുന്നത്, അറിയിച്ചാൽ പ്രാർത്ഥിക്കും. ഒരു സാഹചര്യമാണ്. പക്ഷെ പറയാതിരുന്നു കഴിഞ്ഞാൽ വലിയ ബെയ്റ്റ് ഇട്ടാണ് അവർ പറയാതിരിക്കുമ്പോൾ ബെയ്റ്റ് ഇട്ടാണ് ഇരിക്കണം എന്ന് പറയാം. കുഞ്ഞെ, നീ നഷ്ടപ്പെട്ടാൽ ദൈവത്തിന് ഒരാൾ പിശാച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. പക്ഷെ സഭയിൽ ഒന്നല്ലെങ്കിൽ വേറെ ആൾ വരും. സഭയിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ ദൈവം തരും. പക്ഷെ നഷ്ടം ദൈവത്തിനാണ്. അത് സഭയ്ക്കൊരു നഷ്ടമാണ്. പക്ഷെ അത് മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരുമിച്ച് നിർത്തണം. ചില നിലവിളികൾ, ഇത് പറയുമ്പോൾ ചില നിലവിളികൾ എവിടെയോ ഉയരുന്നുണ്ട്. എവിടെയോ ഒരു നിലവിളി ഉയരുന്നുണ്ട്. ദൈവത്തിൻ്റെ വരവ്. ചില നിലവിളികൾ നിങ്ങൾക്ക് വിടുതലായിത്തീരുന്നുണ്ട്. ചില പ്രാർത്ഥനയുടെ നിലവിളികളാണ്. നിങ്ങളുടെ അർദ്ധരാത്രിയുള്ള നിലവിളിയില്ലേ, ചില വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഇത് വരെ നിങ്ങളുടെ അർദ്ധരാത്രിയുള്ള നിലവിളി ലിസി സിസ്റ്ററെ ദേശത്ത് വലിയ വിടുതൽ സംഭവിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ അത്ഭുതം സംഭവിക്കുന്നു. യേശുസ് വരെ നിങ്ങളുടെ നിലവിളി ദേശത്ത് വലിയ അത്ഭുതം സംഭവിക്കുന്നു. യേശുസ് അർദ്ധരാത്രി നിലവിളി വലിയ മരണങ്ങൾ ദേശത്ത് നീങ്ങിപ്പോകുന്നുണ്ട്. നമുക്കൂടെ വരുന്നവരല്ല, വരാത്തവർക്ക് വലിയ വിടുതല സംഭവിക്കുന്നത്. ഈ ദേശത്ത് വലിയ വിടുതല സംഭവിക്കുന്നത്. ഞങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ വരുമ്പോൾ മിക്ക ആൾക്കാർ ഇന്നലെ കണ്ടവരെല്ലാം പോസ്റ്റിൽ പടമായിരിക്കണേണ്. പക്ഷേ സഭ തുടങ്ങി പ്രവർത്തിച്ച് വളർന്നു തുടങ്ങിയപ്പോൾ മരണങ്ങൾ മാറിത്തുടങ്ങി. ദേശത്തുനിന്ന് അനർത്ഥങ്ങൾ, ദേശത്ത് പള്ളി വരുന്നില്ല, ദേശത്തിൽ അനർത്ഥങ്ങൾ മാറാൻ തുടങ്ങി. അതാ ദൈവം നിന്നെ രക്ഷിക്കും, നിന്റെ നിലവിളിക്ക് മറുപടി തരും. ആമേ ആത്മീയ ജീവിതത്തിലേക്ക് ആമേ വചനം പറയുന്നു, നീ തെക്കേ പുലിനാട്ടിൽ ഘോഷിക്കുക, എല്ലാവരും നിന്നെ കണ്ട് ആശ്ചര്യപ്പെടും. ഇന്ന് കണ്ട വിടുതല് ഇതെല്ലാവരും കണ്ട് ആശ്ചര്യപ്പെടാൻ പോകുകയാണ്. ഒരു നിമിഷം കണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളാൽ, ഇന്ന് കേട്ട വചനങ്ങളാൽ ദൈവം വിടുവിച്ച വിടുതൽ, ആശ്ചര്യങ്ങൾ, വലിയ അത്ഭുതത്തിനായി സ്തോത്രം. ഇതിനകത്ത് ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ ദൈവമേ നിൻ്റെ വരവോളം സൂക്ഷിക്കണം. ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെയും മീഡിയ ചാനലിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബ് ചാനലിൽ സകലവരെയും വിടുവിക്കണം. ഈ 2024 ഒരു വ്യക്തി ഒരു ശത്രു തുടരുത്. 24 വല്ല 20 അപ്പൻ്റെ വരവോളം ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെ നാമത്തെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഈ വചനം വലിയൊരു മറക്കായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.